السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله صلى الله وسلم عليه وعلى آله وأصحابه أجمعين. اللهم اجعل عملنا كله صالحا واجعله لوجهك خالصا ولا تجعل فيه لأحد شيئا. اللهم انفعنا بما علمتنا وعلمنا ما ينفعنا وزدنا علما. اللهم إنا نسألك فعل الخيرات وترك المنكرات وحب المساكين، وأن تغفر لنا وترحمنا وتتوب علينا، وإذا أردت بقوم فتنة فاقبضنا إليك غير مفتونين، ونسألك حبك وحب من يحبك وحب عمل يقربنا إلى حبك. أما بعد. സഹോദരങ്ങളെ, പരിശുദ്ധ ഖുർആനിലെ രണ്ടാമത്തെ സൂറത്തു അൽ ബഖറയുടെ തഫ്സീറാണ് നമ്മൾ പഠിച്ചു വരുന്നത്. ഈ സൂറത്തിലെ 3 ആയത്തുകളുടെ വിശദീകരണമാണ് ഇതുവരെ നമ്മൾ മനസ്സിലാക്കിയത്. റബ്ബ് സുബ്ഹാനഹു വ തആല മുഅ്മിനുകളുടെ വിശേഷണമായി വീണ്ടും പറയുന്നു, വല്ലദീന യുഅ്മിനൂന ബിമാ ഉൻസില ഇലൈക വമാ ഉൻസില മിൻ ഖബ്ലിക വബിൽ ആഖിറതി ഹും യൂഖിനൂൻ. വല്ലദീന അവരെങ്ങനെയുള്ളവരാണ്? യുഅ്മിനൂൻ, അവർ വിശ്വസിക്കുന്നവരാണ്. ബിമാ ഉൻസില ഇലൈക, ബിമാ ഉൻസില എന്താണോ അവതരിപ്പിക്കപ്പെട്ടത്, ഇലൈക നബിയെ താങ്കൾക്ക് അവതരിപ്പിക്കപ്പെട്ടതെന്തോ അതിൽ വിശ്വസിക്കുന്നവരാണ് മുഅ്മിനുകൾ. വമാ ഉൻസില, അതുപോലെ അവതരിപ്പിക്കപ്പെട്ടതെന്തോ മിൻ ഖബ്ലിക്, നബിയെ താങ്കൾക്ക് മുൻപ്, അതിലും വിശ്വസിക്കുന്നവരാണവർ. വബിൽ ആഖിറതി, അന്ത്യനാളിൽ, ഹും അവർ, യൂഖിനൂൻ യഖീനുള്ളവരാണ്, ഉറച്ച വിശ്വാസം ഉള്ളവരാണ്. നോക്കൂ, ഈ ഖുർആൻ അത് സന്മാർഗമാണ്. അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്നവർക്ക്, അവർ ഗൈബിൽ വിശ്വസിക്കുന്ന, നിസ്കാരം നിലനിർത്തുന്ന, അള്ളാഹു നൽകിയതിൽ നിന്ന് ചെലവഴിക്കുന്നവരാണ്. അതുപോലെ നബിയെ താങ്കൾക്ക് അവതരിപ്പിക്കപ്പെട്ടതിലും താങ്കൾക്ക് മുൻപ് അവതരിപ്പിക്കപ്പെട്ടതിലും വിശ്വസിക്കുന്ന, പരലോകത്തിൽ ഉറച്ചു വിശ്വസിക്കുന്ന ആളുകളാണവർ. നോക്കൂ, ഈ ആയത്തിൽ മുൻപ് കിതാബ് നൽകപ്പെട്ടവർക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ വിശ്വസിക്കാനുള്ള അവരോടുള്ള ആഹ്വാനം ഈ ആയത്തിലുണ്ട്. കാരണം സൂറത്തുൽ ബഖറ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹിജ്റയ്ക്ക് ശേഷം മദീനയിൽ അവതരിപ്പിക്കപ്പെട്ട സൂറത്തുകളിലൊന്നാണ്. അവിടെ യഹൂദികളുണ്ട്, മുൻപ് കിതാബ് നൽകപ്പെട്ട ആളുകൾ. അവരുടെ പഴയ കിതാബുകളിലുള്ള വിശ്വാസം, മുൻപ് കഴിഞ്ഞ റസൂലുകളിലുള്ള വിശ്വാസം ശരിയാകണമെങ്കിൽ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ, നബിക്ക് അവതരിപ്പിക്കപ്പെട്ടതിൽ വിശ്വസിച്ചിരിക്കണം. കാരണം അള്ളാഹുവിൻ്റെ നബിമാരിൽ ഏതെങ്കിലും ഒരു നബിയെ അവിശ്വസിച്ചാൽ മുഴുവൻ നബിമാരിലും അവിശ്വസിച്ചവനെ പോലെയാണവൻ. അതുകൊണ്ടാണ് ഖുർആനിൽ അള്ളാഹു പറഞ്ഞത്, കദ്ദബത് ഖൗമു നൂഹിൻ അൽ മുർസലീൻ, കദ്ദബത് ഖൗമു നൂഹിൻ അൽ മുർസലീൻ. നൂഹ് നബിയുടെ ജനത റസൂലുകളെ നിഷേധിച്ചിരിക്കുന്നു. നൂഹ് നബിയുടെ കാലത്താകട്ടെ മുൻപ് ഒരു റസൂൽ, അഥവാ അവിശ്വാസികളായ ഒരു ജനതയിലേക്ക് മറ്റൊരു റസൂൽ നിയോഗിക്കപ്പെട്ടിട്ടില്ല. നൂഹ് നബിയിൽ അവിശ്വസിച്ചവരെ കുറിച്ച് അള്ളാഹു പറയുകയാണ്, കദ്ദബത് ഖൗമു നൂഹിൻ അൽ മുർസലീൻ. റസൂലുകളെ മുഴുവൻ നൂഹ് നബിയുടെ ജനത അവിശ്വസിച്ചിരിക്കുന്നു, നിഷേധിച്ചിരിക്കുന്നു. എന്തുകൊണ്ടാണത്? നൂഹ് നബിയെ അവർ നിഷേധിച്ചതുകൊണ്ട്. അള്ളാഹുവിൻ്റെ നബിമാരിൽ ഏതെങ്കിലും ഒരു നബിയെ നിഷേധിച്ചാൽ അവൻ മുഴുവൻ നബിമാരിലും അവിശ്വസിച്ചവനായിരിക്കുന്നു.
മുഹമ്മദും സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിഷേധിക്കുന്ന ഒരു യഹൂദിയോ നസ്രാനിയോ ആദ്യം അവൻ തള്ളിപ്പറയുന്നത് മൂസാ നബിയെയും ഈസാ നബിയെയുമാണ്. കാരണം മുഹമ്മദും സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ വിശ്വസിക്കുക എന്നത് അവരുടെ കിതാബിൽ പറയപ്പെട്ട കാര്യമാണ്. അള്ളാഹു പറഞ്ഞു, അല്ലദീ യജിദൂനഹു മക്തൂബൻ ഇൻദഹും ഫിത്തൗറാത്തി വൽ ഇൻജീൽ യഅ്മുറുഹും ബിൽ മഅറൂഫ് വയൻഹൗന അനിൽ മുൻകർ വയുഹില്ലു ലഹും അത്طيبات ويحرم عليهم الخبائث ويضع عنهم إصرهم والأغلال التي كانت عليهم فالذين آمنوا به وعزروه ونصروه واتبعوا النور الذي أنزل معه أولئك هم المفلحون. അവർക്ക് നബിയെ കാണാം, സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് അവർക്ക് വായിക്കാം. അല്ലദീ യജിദൂനഹു മക്തൂബൻ, രേഖപ്പെടുത്തപ്പെട്ടതായി അവർക്ക് കാണാം. ഇൻദഹും, അവരുടെ പക്കൽ, ഫി തൗറാത്തി വൽ ഇൻജീൽ, തൗറാത്തിലും ഇൻജീലിലും മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നബിയെക്കുറിച്ചുള്ള പരാമർശം അവർക്ക് കാണാം. യഅ്മുറുഹും ബിൽ മഅറൂഫ് വയൻഹാഹും അനിൽ മുൻകർ, ആ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് നന്മ കൽപ്പിക്കുന്നു, തിന്മ വിലക്കുന്നു. വയുഹില്ലു ലഹും അത്طيبات, ഏറ്റവും വിശിഷ്ടമായത് അള്ളാഹുവിൻ്റെ അനുമതിയാൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് അനുവദിച്ചു കൊടുക്കുന്നു. വയുഹർരിമു അലൈഹിം അൽ ഖബായിസ്, വൃത്തികേടുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൻ്റെ വഹീനാൽ അവർക്ക് ഹറാമാക്കി കൊടുക്കുന്നു, ഹറാമാണെന്ന് അവരെ പഠിപ്പിക്കുന്നു. വയദഉ അൻഹും ഇസ്റഹും, അവരുടെ ഭാരങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇറക്കി വെക്കുന്നു. വൽ അഗ്ലാൽ അല്ലതി കാനത് അലൈഹിം, അവരുടെ പുറത്തുള്ള ചങ്ങലക്കെട്ടുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം താഴ്ത്തിയിടുന്നു, അത് എടുത്തു മാറ്റുന്നു. അവരുടെ ദീനിലെ പൗരോഹിത്യം, അവർക്കുമേൽ ചാർത്തിയിട്ടുള്ള ഭാണ്ഡങ്ങൾ, അതെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വരവോടെ ഈ ദീനോടെ എടുത്തു നീക്കപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് ആ നബിയെ ആര് പിൻപറ്റിയോ, ആ നബിയെ വിശ്വസിച്ചുവോ, നബിയിൽ വിശ്വസിച്ചുവോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ശക്തിപ്പെടുത്തിയോ, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു അവതരിപ്പിച്ച നബിയുടെ കൂടെ അള്ളാഹു അവതരിപ്പിച്ച പ്രകാശം പിൻപറ്റിയോ, ഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ, അവരാണ് വിജയികൾ. അപ്പോൾ നോക്കൂ, മുഅ്മിനുകൾ മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൽ വിശ്വസിക്കുന്നു. നബിക്ക് അവതരിപ്പിക്കപ്പെട്ടതിലും മുൻകഴിഞ്ഞ നബിമാർക്ക് അവതരിപ്പിക്കപ്പെട്ടതിലും വിശ്വസിക്കുന്നു. കിതാബുകളിൽ വിശ്വസിക്കുക എന്നത് നമ്മുടെ ഈമാനിൻ്റെ സൂലുകളിൽ പെട്ടതാണ്. എങ്ങനെയാണ് കിതാബുകളിൽ വിശ്വസിക്കേണ്ടത്? റബ്ബ് സുബ്ഹാനഹു വ തആല അവൻ്റെ നബിമാർക്ക് കിതാബുകൾ അവതരിപ്പിച്ചിരിക്കുന്നു എന്ന് വിശ്വസിക്കുക. ആ കിതാബുകൾ മുഴുവൻ അള്ളാഹുവിൻ്റെ കലാമാണ്, അള്ളാഹുവിൻ്റെ സംസാരമാണ്. തൗറാത്ത് അള്ളാഹുവിൻ്റെ സംസാരമാണ്, ഇൻജീൽ അള്ളാഹുവിൻ്റെ സംസാരമാണ്, സബൂർ അള്ളാഹുവിൻ്റെ സംസാരമാണ്, ഖുർആൻ അള്ളാഹുവിൻ്റെ സംസാരമാണ്. ഇത് അള്ളാഹു അവൻ്റെ നബിമാർക്ക് അവതരിപ്പിച്ചിരിക്കുന്നു. അതുപോലെ ഇതിനു പുറമെ ചില സുഹുഫ്, ഏടുകൾ അള്ളാഹു അവൻ്റെ നബിമാർക്ക് അവതരിപ്പിച്ചിട്ടുണ്ട്. സുഹുഫി ഇബ്രാഹിമ വ മൂസ, ഇബ്രാഹിമിനും മൂസാക്കും അലൈഹിമസ്സലാം അള്ളാഹു അവതരിപ്പിച്ച സുഹുഫ്, ഏടുകൾ. അള്ളാഹു ചില ഏടുകൾ അവൻ്റെ നബിമാർക്ക് അവതരിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പേര് പറഞ്ഞു തന്നതാകട്ടെ പറഞ്ഞു തരാത്തതാകട്ടെ അള്ളാഹു കിതാബുകൾ അവതരിപ്പിച്ചിരിക്കുന്നു. അതെല്ലാം സന്മാർഗമാണ് ജനങ്ങളെ പഠിപ്പിച്ചത് എന്നും വിശ്വസിക്കണം. അതുപോലെ അതിൽ അവസാനത്തെ കിതാബ് ഖുർആൻ മറ്റുള്ള കിതാബുകളെ മുഴുവൻ നസ്ഖ് ചെയ്തിരിക്കുന്നു, അഥവാ ദുർബലപ്പെടുത്തിയിരിക്കുന്നു. ഇനി പിൻപറ്റേണ്ടത്, വിധി സ്വീകരിക്കേണ്ടത് ഖുർആനിൽ നിന്നാണ്. ഇത് കിതാബുകളിലുള്ള വിശ്വാസത്തിൽ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഖുർആനിന് മുമ്പുള്ള കിതാബുകൾ അതിൻ്റെ ആളുകളെ ആയിരുന്നു അള്ളാഹു അതിൻ്റെ സംരക്ഷണം ഏൽപ്പിച്ചത്. അള്ളാഹു ഖുർആനിൽ പറഞ്ഞു, ബിമസ്തുഹ്ഫിദൂ മിൻ കിതാബില്ലാഹ്, അള്ളാഹുവിൻ്റെ കിതാബിൻ്റെ ഹിഫ്ള് അള്ളാഹു അവരെ ഏൽപ്പിച്ചിരുന്നു, അത് പഠിച്ച പണ്ഡിതന്മാരെ. അവർ അതിൽ വീഴ്ച വരുത്തി, അതിൽ പലതും കൂട്ടിച്ചേർത്തു, പലതും എടുത്തു നീക്കി. എന്നാൽ ഖുർആനിൻ്റെ ഹിഫ്ളാകട്ടെ റബ്ബ് സുബ്ഹാനഹു വ തആല സ്വയം ഏറ്റിരിക്കുന്നു, അവൻ പടപ്പുകൾ അത് ഏൽപ്പിച്ചിട്ടില്ല. ഇന്നാ നഹ്നു നസ്സൽന അദ്ദിക്റ വ ഇന്നാ ലഹു ലഹാഫിളൂൻ, ഈ ദിക്ർ, ഈ ഉത്ബോധനം നാമാണ് അവതരിപ്പിച്ചത്, ഇത് നാം സംരക്ഷിക്കുന്നതാണ്. പഴയ കിതാബുകളെ കുറിച്ച് അള്ളാഹു പറഞ്ഞത് എന്താണ്? ബിമസ്തുഹ്ഫിദൂ മിൻ കിതാബില്ലാഹ്, ആ കിതാബുകളുടെ ഹിഫ്ള് അള്ളാഹു അവരെ ഏൽപ്പിച്ചിരുന്നു എന്ന്. അതിൽ അവർ തിരുത്തലുകൾ വരുത്തുകയുണ്ടായി, അവരതിൽ മാറ്റത്തിരുത്തലുകൾ വരുത്തി. എന്നാൽ ഖുർആൻ അത് ഒരാൾക്കും തിരുത്താൻ സാധിക്കുകയില്ല, അന്ത്യനാൾ വരെ അള്ളാഹു സംരക്ഷിക്കുന്നതാണ്. മുഅ്മിനുകൾ
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവതരിപ്പിക്കപ്പെട്ടതിലും മുൻപ് അവതരിപ്പിക്കപ്പെട്ടതിലും വിശ്വസിക്കുന്നു. നോക്കൂ, ഖുർആനിലും സുന്നത്തിലും ഒരാൾ യഥാവിധി വിശ്വസിച്ചാൽ അയാൾ പഴയ കിതാബുകളിൽ വിശ്വസിച്ചിരിക്കുന്നു. കാരണം പഴയ കിതാബുകളിലെ മുഹ്കമായ അഥവാ ഏത് കാലത്തും ഒരാൾക്ക് ഒരു മനുഷ്യൻ ആവശ്യമുള്ള വിധിവിലക്കുകൾ അള്ളാഹു ഖുർആനിൽ പഠിപ്പിച്ചിരിക്കുന്നു. അതുകൊണ്ടാണ് ഖുർആനെ അള്ളാഹു എന്ത് വിശേഷിപ്പിച്ചത്? മുഹൈമിൻ എന്ന് വിശേഷിപ്പിച്ചത്. മുഹൈമിൻ എന്താണ്? മുഹൈമിൻ എന്ന് പറഞ്ഞാൽ അർത്ഥം ഹാക്കിം എന്നാണ് അർത്ഥം. അഥവാ പഴയ കിതാബുകളിൽ ഈ ഖുർആൻ വിധി പറഞ്ഞിരിക്കുന്നു. പഴയ കിതാബുകളിൽ ഏതാണ് ശരി, ഏതാണ് തെറ്റ്, അത് ഈ ഖുർആൻ വിധിച്ചിരിക്കുന്നു. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചു, അഹ്ലുൽ കിതാബ് നിങ്ങൾക്ക് വല്ലതും പറഞ്ഞു തന്നാൽ, അഹ്ലുൽ കിതാബ് നിങ്ങൾക്ക് വല്ലതും പറഞ്ഞു തന്നാൽ, അവരുടെ കിതാബുകളിൽ വല്ലതും പറഞ്ഞു തന്നാൽ, ഫലാ തുസദ്ദിഖൂഹും വലാ തുകദ്ദിബൂഹും, നിങ്ങൾ അവരെ ആ പറഞ്ഞത് തള്ളുകയും വരുത്, അതുപോലെ അത് സത്യപ്പെടുത്തുകയും വരുത്. എന്ന് പറഞ്ഞാൽ അത് ഏത് വിഷയമാണ്? അഥവാ പഴയ കിതാബുകൾ, അഹ്ലുൽ കിതാബിൻ്റെ കഥകളിലോ അവരുടെ കിതാബുകളിലോ വരുന്ന കാര്യങ്ങൾ അത് 3 തരത്തിലാണ് ഉണ്ടാവുക. ഒന്ന് നമ്മുടെ ഖുർആനിൽ ഈ ശരീഅത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിൽ വന്നതിനോട് അതുപോലെ യോജിച്ചു വരിക, അതുപോലെ യോജിച്ചു വരിക. അത് നോക്കൂ, അത് തള്ളിക്കളയുക ഒരിക്കലും പാടില്ലാത്തതാണ്. കാരണം അത് സത്യമാണെന്ന് നമ്മുടെ കിതാബിൽ വന്നിട്ടുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിൽ വന്നിട്ടുണ്ട്. രണ്ടാമത്തേത് ഖുർആനിനും സുന്നത്തിനും തീർത്തും എതിരായ വിരുദ്ധമായ കാര്യം, ഇത് അഹ്ലുൽ കിതാബ് മറ്റുള്ള കിതാബുകളിൽ വന്നതായി നമുക്ക് അറിവ് ലഭിച്ചാൽ അത് തള്ളിക്കളയണം, യാതൊരു സംശയവുമില്ല. ഉദാഹരണത്തിന് ശിർക്ക് പഠിപ്പിക്കുന്ന എന്തെങ്കിലും വാചകങ്ങൾ, അതുപോലെ അള്ളാഹുവിൻ്റെ നബിമാരുടെ മഖാമിന് യോജിക്കാത്ത, റബ്ബിൻ്റെ നബിമാരെക്കുറിച്ചുള്ള അങ്ങേറ്റം മോശമായ ചില വാചകങ്ങൾ അവരുടെ കിതാബുകളിൽ കൂട്ടിച്ചേർക്കപ്പെട്ടിട്ടുണ്ട്. ഒരിക്കലും സ്വീകരിക്കാൻ പാടില്ല, തള്ളിക്കളയണം. മൂന്നാമത്തേത് എന്താണ്? മൂന്നാമത്തേത് ഖുർആനിലും സുന്നത്തിലും അതേക്കുറിച്ച് അനുകൂലമായും ഒന്നും വന്നിട്ടില്ല, പ്രതികൂലമായും ഒന്നും വന്നിട്ടില്ല. ഇങ്ങനെ വല്ലതും അഹ്ലുൽ കിതാബിൽ നിന്ന് മുസ്ലിമീങ്ങൾക്ക് വന്നു കിട്ടി, ആരെങ്കിലും അവരോട് വന്ന് പറയുകയോ മറ്റോ ചെയ്താൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫലാ തുസദ്ദിഖൂഹും വലാ തുകദ്ദിബൂഹും, നിങ്ങളത് നിഷേധിക്കുകയും വരുത്, സത്യപ്പെടുത്തുകയും വരുത്. കാരണം അതിനെ നിഷേധിച്ചാൽ ഒന്നുകിൽ ചിലപ്പോൾ സത്യമായിരിക്കും നിഷേധിക്കുന്നത്, ഇനി അതല്ല ചിലപ്പോൾ സത്യമാണെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ കളവായിരിക്കും, അവർ കൂട്ടിച്ചേർത്തതായിരിക്കും. നമ്മുടെ കിതാബിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിലും, അള്ളാഹുവിൻ്റെ കിതാബിലും നബിയുടെ സുന്നത്തിലും നമുക്കാവശ്യമുള്ളതെല്ലാമുണ്ട്. പഴയ കിതാബുകളിലേക്ക് പോകേണ്ടതില്ലാത്ത വിധം എല്ലാമുണ്ട്. അതേസമയം നോക്കൂ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പോൾ ചില കാര്യങ്ങൾ അവരുടെ കിതാബുകൾ വന്നേക്കാം. ഉദാഹരണത്തിന് ആദം അലൈഹിസ്സലാം, സ്വർഗത്തിൽ ആദം അലൈഹിസ്സലാമിനോട് അള്ളാഹു കഴിക്കരുതെന്ന് പറഞ്ഞ പഴം ഏതാണ്? അവരുടെ കിതാബുകൾ കാണാം, അത് ഇന്ന പഴമായിരുന്നു. അങ്ങനെയുള്ള കാര്യങ്ങൾ അതാകട്ടെ, അത് അവരുടെ കിതാബിൽ വന്നു അവർ നമ്മോട് പറയുകയോ മറ്റോ ചെയ്താൽ തള്ളുകയും വേണ്ട, കൊള്ളുകയും വേണ്ട. അങ്ങനെയുള്ള കാര്യങ്ങളാകട്ടെ നമ്മുടെ ദീനിനെ സംബന്ധിച്ചിടത്തോളം ദീനിൽ അതുകൊണ്ടൊന്നും വരാനില്ല. അത് ഏത് പഴമായാലും നമ്മെ സംബന്ധിച്ചിടത്തോളം അതിൽ കാര്യമില്ല. അതുകൊണ്ട് ഒരു അമൽ, എന്തെങ്കിലും ഒരു പ്രത്യേക കാര്യം വരാനില്ല. അപ്പോൾ നോക്കൂ, ഇതാണ് അവരിൽ നിന്ന് വല്ലതും വന്നു കിട്ടിയാലുള്ള കാര്യം. നമ്മെ സംബന്ധിച്ചിടത്തോളം നേരത്തെ സൂചിപ്പിച്ചതുപോലെ അള്ളാഹുവിൻ്റെ കിതാബിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിലും നമുക്ക് മതിയായതുണ്ട്. അവലം യക്ഫിഹിം അന്ന അൻസൽനൽ കിതാബ യുത്ല അലൈഹിം, അള്ളാഹു ചോദിച്ചതുപോലെ അവർക്ക് പോരെ നാം അവർക്ക് പാരായണം ചെയ്ത് കേൾപ്പിക്കപ്പെടുന്ന കിതാബ് അവതരിപ്പിച്ചു എന്നത് അവർക്ക് പോരെ എന്ന് അള്ളാഹു ചോദിച്ചു. മതി എന്നാണ് ഉത്തരം. റബ്ബേ മതി, ഇത് ഞങ്ങൾക്ക് മതിയായതാണ് എന്നതാണ് ഉത്തരം. അപ്പോൾ നോക്കൂ, മുഅ്മിനുകൾ അവരാണ് യഥാർത്ഥത്തിൽ എല്ലാ കിതാബുകളിലും വിശ്വസിക്കുന്നവർ, മുസ്ലിമീങ്ങളാണ്. അവരാണ് മുഴുവൻ നബിമാരിൽ വിശ്വസിക്കുന്നവർ. മുഴുവൻ നബിമാരെയും അവർക്ക് യോജിച്ച സ്ഥാനം നൽകുകയും അവരെ പിൻപറ്റുകയും ചെയ്യുന്നത് ആരാണ്? മുസ്ലിമീങ്ങളാണ്. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുയായികളാണ്. നോക്കൂ, റബ്ബ് അവരുടെ വിശേഷണമായി പറഞ്ഞു, ബിൽ ആഖിറതി ഹും യൂഖിനൂൻ, അവർ അന്ത്യനാളിനെക്കുറിച്ച് യഖീനുള്ളവരാണ്, ഉറച്ച ദൃഢബോധ്യമുള്ളവരാണ്, അതിൽ സംശയിക്കുകയില്ല.
നോക്കൂ നിങ്ങൾ, അള്ളാഹു യഖീൻ നിർബന്ധമാക്കിയിട്ടുള്ള ഏത് കാര്യത്തിലെ സംശയവും കുഫറാണ്, ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന കാര്യമാണ്. ഈ വാക്ക് നിങ്ങൾ ശരിക്കും മനസ്സിലാക്കുക. ഇതൊരു ഖായിദയാണ്, ഇതൊരു അടിസ്ഥാന നിയമമാണ്. യഖീൻ നിർബന്ധമായിട്ടുള്ള ഏത് കാര്യമുണ്ടോ അതിൽ സംശയം വെച്ച് പുലർത്തുക കുഫറാണ്. അതോടെ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകും. അതോടെ ഒരാൾ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകും. കുഫ്റു ഷക്ക് എന്നതിന് പറയും. ഒരു കുഫറിൻ്റെ ഒരു ഇനമാണ്. ഉദാഹരണത്തിന് അള്ളാഹു ഉണ്ടോ എന്നൊരാൾ സംശയിക്കുക, അല്ലെങ്കിൽ അള്ളാഹു അല്ലാത്ത വല്ലവർക്കും ഇലാഹിയത്തുണ്ടോ, അവരെ ആരാധിച്ചാൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ, ചിലപ്പോൾ കുഴപ്പമില്ലെങ്കിലോ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൻ്റെ റസൂലാണോ, ആണെങ്കിലോ അല്ലെങ്കിലോ, ഈ രൂപത്തിൽ ഒരാൾക്ക് സംശയം തോന്നുകയാണ്, അയാൾ സംശയിക്കുകയാണ് എങ്കിൽ ആ സംശയം ഒരാൾ ഇസ്ലാം നിന്ന് പുറത്താക്കിയിരിക്കുന്നു. ഷക്ക് കുഫറാണ്. നിനക്കതിൽ സംശയമുണ്ടാകാനേ പാടില്ല, യഖീൻ ഉണ്ടായിരിക്കണം, എങ്കിലേ നീ മുസ്ലിം ആവുകയുള്ളൂ. ഷക്ക് എന്ന് പറയുന്നതും വസ്വസത്ത് എന്ന് പറയുന്നതും രണ്ടാണ്. രണ്ടും ഒരാളും തെറ്റിദ്ധരിച്ചു പോകരുത്. വസ്വസത്ത് എന്ന് പറയുന്നത് അത് ഒരിക്കലും ഒരു മുഅ്മിൻ ഇഷ്ടപ്പെടാത്ത, മനസ്സിലവൻ നിലനിർത്താത്ത, ശൈത്താൻ അവൻ്റെ മനസ്സിൽ ചില സന്ദർഭങ്ങളിൽ ഇട്ടുപോകുന്ന കാര്യം മാത്രമാണ്. അപ്പോൾ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചില സഹാബത്ത് വന്ന് പറഞ്ഞതുപോലെ, നബിയെ, ഞങ്ങൾക്ക് ചില കാര്യങ്ങൾ മനസ്സിൽ ചില സന്ദർഭങ്ങളിൽ തോന്നുന്നു, അത് പറയുക എന്നത് ഞങ്ങൾ അങ്ങേയറ്റം വെറുക്കുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ദാക സറീഹുൽ ഈമാൻ, ഇത് വ്യക്തമായ ഈമാനാണ്. എന്താണ് വ്യക്തമായ ഈമാൻ എന്ന് പറയുന്നത്? അതിനോടുള്ള വെറുപ്പാണ്. മനസ്സിലായില്ലേ? അത് വരിക എന്നതല്ല, തെറ്റിദ്ധരിക്കരുത്. അതിനോടുള്ള വെറുപ്പ്, മനസ്സിലത് വരുന്ന ആ കാര്യത്തോടുള്ള വെറുപ്പും, നിങ്ങൾ ഒരിക്കലും അത് ഇഷ്ടപ്പെടുന്നില്ല. അവർക്ക് ശൈത്താൻ കൊണ്ടിട്ട് തരുന്ന ആ കാര്യത്തെ ഇഷ്ടപ്പെടുന്നില്ല, അതിനോടുള്ള വെറുപ്പ് ദാക സറീഹുൽ ഈമാൻ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അങ്ങനെയുള്ള വസ്വസത്ത് ഒരു മനുഷ്യൻ്റെ മനസ്സിലുണ്ടോ അതിൽ നിന്ന് അവൻ തിരിഞ്ഞു കളയണം. അവൻ പറയണം, ആമൻതു ബില്ലാഹി വറസൂലിഹി, ആമൻതു ബില്ലാഹി വറസൂലിഹി, അള്ളാഹുവിലും അവൻ്റെ റസൂലിലും ഞാൻ വിശ്വസിച്ചിരിക്കുന്നു. അതുപോലെ അവൻ പറയുക, അള്ളാഹു അഹദ്, അള്ളാഹു സമദ്, ലം യലിദ് വലം യൂലദ് വലം യകുൻ ലഹു കുഫുവൻ അഹദ്. അതുപോലെ അവൻ ശൈത്താനിൽ നിന്ന് രക്ഷ തേടുക, ഇടതുഭാഗത്തേക്ക് ഉമിനീർ തെറിപ്പിച്ചുകൊണ്ട് ചെറുതായി ഊതുക. ഇതെല്ലാം ശൈത്താനിൽ നിന്ന്, ഇതുപോലുള്ള വസ്വസത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴിയാണ്. അതിലേറ്റവും പ്രധാനമാണ് അത് നിർത്തുക, അവസാനിപ്പിക്കുക എന്നത്. ഇതിന് പിന്നാലെ പോകരുത്. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അതിനെ ഉദാഹരണമായി പറഞ്ഞത്, ഒരാൾ തൻ്റെ വീട്ടുമുറ്റത്തിരിക്കുമ്പോൾ വഴിയെ പോകുന്ന ആളെപ്പോലെ എന്നാണ്. ഇതിൻ്റെ വീട്ടുമുറ്റത്ത് കസേരട്ടിരിക്കുകയാണ്, വഴിയിലൂടെ ഒരാൾ കടന്നു പോകുന്നു. ഇനി അങ്ങനെ ഇരുന്നാൽ അത് പോയിക്കോളും. അതേസമയം പോകുന്ന ആൾ വിളിച്ചാലോ വന്നുകൂടെ ഇരിക്കും. എന്നതുപോലെ ശൈത്താൻ്റെ വസ്വസത്ത്, അതിൻ്റെ പിന്നാലെ പോകരുത്, മനസ്സിൽ നിന്നത് ഒഴിവാക്കണം. ആ വസ്വസത്ത് ഒരാൾക്ക് ആരിതായി ഒരു സമയത്ത് വന്നങ്ങ് പോയാൽ അതുകൊണ്ട് അവൻ്റെ ഈമാൻ പോയി എന്നല്ല അതിനർത്ഥം. അത് സുബ്ഹാനല്ലാഹ് സൂര്യന് കീഴിൽ മേഘങ്ങൾ നിറഞ്ഞതുപോലെ മാത്രമാണ്. മേഘങ്ങൾ ഉണ്ട് എന്നതുകൊണ്ട് അപ്പുറത്ത് സൂര്യൻ ഇല്ല എന്നതിനർത്ഥമുണ്ടോ? ഇല്ല. അത് പോയാൽ അവിടെ സൂര്യൻ അവിടെ തന്നെയുണ്ട്. മുഅ്മിനിൻ്റെ ഈമാൻ അത് അവൻ്റെ ഹൃദയത്തിൽ പ്രകാശിച്ചു നിൽക്കുന്നുണ്ട്. ശൈത്താൻ്റെ വസ്വസത്തുകൾ അത് പുകമറകൾ മാത്രം, അത് പോയി പോകുന്നതാണ്. അതല്ല ഷക്കെന്ന് പറയുന്നത്. ഷക്കെന്ന് പറയുന്നത് ഒരാളുടെ സംശയമാണ്, ഒരാൾ സംശയിക്കുകയാണ്, പാടില്ല, അത് കുഫറാണ്. ഉറച്ചു വിശ്വസിച്ചിരിക്കണം, അള്ളാഹു ഉണ്ട്, അവൻ ഏകനാണ്, പരലോകമുണ്ട്, മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൻ്റെ റസൂലാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് മുഴുവൻ സത്യമാണ്. അന്ത്യനാളിൽ യഖീൻ ഉള്ളവരാണ് മുഅ്മിനുകൾ. പരലോകമുണ്ട് എന്ന യഖീൻ മുഅ്മിനുകൾക്കുണ്ട്. സുബ്ഹാനല്ലാഹ്, അതാണ് അവരെ മുന്നോട്ട് നയിക്കുന്നത്. നോക്കൂ, ഈമാൻ കാര്യങ്ങളിൽ ഏറ്റവും പ്രധാനം രണ്ടെണ്ണമാണ്. ഒന്ന് അള്ളാഹുവിലുള്ള വിശ്വാസം, രണ്ട് പരലോകത്തിലുള്ള വിശ്വാസം. അതുകൊണ്ടാണ് ഖുർആനിലും സുന്നത്തിലും ഈ രണ്ട് കാര്യങ്ങൾ പ്രത്യേകം കൂട്ടിച്ചേർത്ത് ഒരുമിച്ച് ആവർത്തിച്ചു പറഞ്ഞത്. എത്ര ഹദീസുകളിലുണ്ട്, ഖുർആനിൽ എവിടെയെല്ലാം ഉണ്ട്. വമാദാ അലൈഹിം ലൗ ആമനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ, എന്തേ അവർക്ക് അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിച്ചുകൂടാ? അതുപോലെ അള്ളാഹു പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനു അത്തിഉല്ലാഹ വഅത്തിഉർ റസൂല വഉലിൽ അംരി മിൻകും
فإن تنازعتم في شيء فردوه إلى الله والرسول إن كنتم تؤمنون بالله واليوم الآخر. മുഅ്മിനുകളെ, നിങ്ങൾ അള്ളാഹുവിനെയും അള്ളാഹുവിനെ അനുസരിക്കുക, അവൻ്റെ റസൂലിനെ അനുസരിക്കുക, നിങ്ങളുടെ ഭരണാധികാരികളെ അനുസരിക്കുക. നിങ്ങൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ടായാൽ അക്കാര്യം അള്ളാഹുലേക്കും റസൂലിലേക്കും മടക്കുക. നിങ്ങൾ അള്ളാഹുലും അന്ത്യദിനത്തിനും വിശ്വസിക്കുന്നുവെങ്കിൽ ദാലിക ഖൈറുൻ വഅഹ്സനു തഅവീല, അതാണ് ഏറ്റവും നല്ലത്, നിങ്ങൾക്ക് ഏറ്റവും നല്ല പര്യവസാനവും അതിലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ എത്ര ഹദീസുകളിൽ മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ ഫലിയഖുൽ ഖൈറൻ ഔ ലിയസ്മുത്. ആരെങ്കിലും അള്ളാഹുവിനും അന്ത്യദിനത്തിനും വിശ്വസിക്കുന്നുവെങ്കിൽ ഫലിയഖുൽ ഖൈറൻ, അവൻ നല്ലത് പറയട്ടെ, ഔ ലിയസ്മുത്, അല്ലെങ്കിൽ മിണ്ടാതിരിക്കട്ടെ. മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ ഫലിയുക്രിം ദൈഫ, ആരെങ്കിലും അള്ളാഹുവിനും അന്ത്യദിനത്തിനും വിശ്വസിക്കുന്നുവെങ്കിൽ അവൻ തൻ്റെ അതിഥിയെ ആദരിക്കട്ടെ. മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ ഫലാ യുഅ്ദി ജാറഹ്, ആരെങ്കിലും അള്ളാഹുവിനും അന്ത്യദിനത്തിനും വിശ്വസിക്കുന്നുവെങ്കിൽ അവൻ തൻ്റെ അയൽവാസിയെ ഉപദ്രവിക്കാതിരിക്കട്ടെ. ലാ യഹില്ലു ലിംറഅത്തിൻ തുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ അൻ തുസാഫിറ ഇല്ലാ മഅ ദി മഹ്റമിൻ ലഹ, അള്ളാഹുവിനും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്ന ഒരു പെണ്ണിന് മഹ്റമില്ലാതെ ദീർഘയാത്ര പാടില്ല. ഹദീസിൽ നോക്കൂ, അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്ന, അള്ളാഹുവിലും പരലോകത്തിലുമുള്ള വിശ്വാസം നോക്കൂ, ഈ 6 സൂലുൽ ഈമാനിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അള്ളാഹുലുള്ള വിശ്വാസം, അതുപോലെ അന്ത്യദിനത്തിലുള്ള വിശ്വാസം. അള്ളാഹുൽ വിശ്വസിക്കുന്നു, അതുപോലെ ഞാൻ അള്ളാഹുവിൻ്റെ മുന്നിൽ ചെന്ന് നിൽക്കേണ്ടവനാണ് എന്നും വിശ്വസിക്കുന്നു. റബ്ബ് ചോദിച്ചതുപോലെ അലാ യദുന്നു അന്നഹും മബ്ഊഥൂൻ ലിയൗമിൻ അളീം യൗമ യഖൂമു അന്നാസു ലിറബ്ബിൽ ആലമീൻ. അലാ യദുന്നു, അവൻ വിശ്വസിക്കുന്നില്ലേ, അന്നഹും മബ്ഊഥൂൻ, അവർ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുമെന്ന്. യൗമിൻ അളീം, ആ ഭയാനകമായ ദിവസത്തിലേക്ക് വേണ്ടി. യൗമ യഖൂമു അന്നാസു ലിറബ്ബിൽ ആലമീൻ, റബ്ബുൽ ആലമീനായ അള്ളാഹുവിന് മുന്നിൽ അവർ ചെന്ന് നിൽക്കുന്ന രംഗം. മുൻഗാമികളിൽ ഒരാൾ ഈ ഒരു ആയത്ത് ഓതി, രാത്രി നിസ്കാരത്തിൽ ഓതി, അദ്ദേഹത്തിന് ആയത്ത് വിട്ടുകിടക്കാൻ സാധിച്ചില്ല എന്നാണ്. ഒരു രാത്രി മുഴുവൻ ആ ആയത്ത് അദ്ദേഹം ആവർത്തിച്ചു കൊണ്ടിരുന്നു എന്നാണ്. യൗമ യഖൂമു അന്നാസു ലിറബ്ബിൽ ആലമീൻ. സുബ്ഹാനല്ലാഹ്, ഇതൊരു കാര്യമാണത്. ജനങ്ങൾ റബ്ബുൽ ആലമീന് മുന്നിൽ ചെന്ന് നിൽക്കുന്ന രംഗം, അള്ളാഹുവിന് മുന്നിൽ നിൽക്കേണ്ടി വരുന്ന രംഗം. അവനും റബ്ബിനുമിടയിൽ ഒരു ദ്വിഭാഷിയുടെ, ഒരു പരിഭാഷകൻ്റെ ആവശ്യമില്ലാതെ, നിങ്ങളിൽ ഒരാളുമില്ല, ഇല്ല വയുകല്ലിമുഹു റബ്ബോ, റബ്ബ് നേരിട്ട് സംസാരിക്കാതെ, റബ്ബ് ചോദ്യം ചെയ്യാതെ, ഒരു തുർജുമാനിൽ ഒരു ഇടയ്ക്ക് പരിഭാഷപ്പെടുത്താൻ ഒരാളുടെ ആവശ്യമില്ലാതെ, ഒരാളുമില്ലാതെ റബ്ബ് നിങ്ങളോട് സംസാരിക്കും, ചോദ്യം ചെയ്യും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, സുബ്ഹാനല്ലാഹ്, ആ ദിവസം അതാണ് നമ്മൾ കാത്തിരിക്കുന്നത്, അതാണ് നമ്മുടെ പ്രതീക്ഷ. അതാണ് ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം ആ ദിനം അവൻ്റെ പ്രതീക്ഷയാണ്, അതോടൊപ്പം അവനെ ഭയപ്പെടുത്തുന്ന കാര്യമാണ്. ലഖദ് കാന ലക്കും ഫി റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന ലിമൻ കാന യർജുല്ലാഹ വൽ യൗമൽ ആഖിർ വദക്കറല്ലാഹ കസീറ. അള്ളാഹുവിൻ്റെ റസൂലിൽ നിങ്ങൾക്ക് ഉത്തമമായ മാതൃകയുണ്ട്. ആരാണോ അള്ളാഹുവിൽ പ്രതീക്ഷ അർപ്പിക്കുന്നത്, വൽ യൗമൽ ആഖിർ, അന്ത്യദിനത്തിൽ പ്രതീക്ഷ അർപ്പിക്കുന്നത്, ദക്കറല്ലാഹ കസീറ, അള്ളാഹുവിനെ ധാരാളമായി ഓർക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സഹാബത്തിൽ ഒരാൾ മറ്റൊരു നാട്ടിൽ ചെന്നപ്പോൾ യഹൂദികൾക്കിടയിൽ അദ്ദേഹം കഴിഞ്ഞു. യഹൂദികളിൽ കണ്ട ഒരു കാഴ്ച റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു കൊടുക്കുകയാണ്. എനിക്ക് അത്ഭുതം തോന്നിയ ഒരു കാഴ്ചയാണ്. എന്താണത്? ഒരു സ്ത്രീ, ഒരു പ്രായമുള്ള സ്ത്രീ, യഹൂദിയാണ്, ഒരു കുടം വെള്ളവും തലയിൽ വെച്ചിങ്ങനെ നടന്നു പോകുന്നു. അപ്പോൾ അങ്ങാടിയിലെ ഒരു മോശക്കാരനായ, അങ്ങാടിയിൽ തോന്നിവാസം കാണിച്ചടക്കണ ഒരുത്തൻ, ഒരു ചെറുപ്പക്കാരൻ, ഈ സ്ത്രീയുടെ മുതുകിൽ കാലുകൊണ്ട് ചവിട്ടുകയുണ്ടായി. ആ സ്ത്രീ വീണു, അവരുടെ കുടവും വെള്ളവുമൊക്കെ വീണു. ആ സ്ത്രീ തിരിഞ്ഞു നിന്ന് ഈ ചെയ്ത ആളോട് പറഞ്ഞു, നീ എന്ത് വിചാരിക്കുന്നു? യഹൂദർ, അതൊരു ആക്ഷേപിക്കുമ്പോൾ വിളിക്കുന്നൊരു വാക്കാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല, അള്ളാഹു നാളെ പരലോകത്ത് അവൻ പടപ്പുകൾക്കിടയിൽ വിധി പറയുന്ന നാളിൽ നിന്നെ എന്ത് ചെയ്യുമെന്നാണ് നീ വിചാരിക്കുന്നത് എന്ന് ആ സ്ത്രീ ചോദിച്ചു എന്നാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് കേട്ടപ്പോൾ പറഞ്ഞു, ദുർബലരായ ആളുകളെ ഉപദ്രവിക്കുന്ന, അതുപോലെ
അതിക്രമിക്കപ്പെട്ടവർക്ക്, അക്രമത്തിന് വിധേയരായവർക്ക് നീതി നേടിക്കൊടുക്കാത്ത ഒരു ജനത ഒരിക്കലും വിജയിക്കുകയില്ല. അപ്പോൾ നോക്കൂ നിങ്ങൾ, സുബ്ഹാനല്ലാഹ്, പരലോകം അത് നീതി നടപ്പിലാക്കപ്പെടുന്ന നാളാണ്. ചെറിയ കാര്യമാകട്ടെ, ചെറുതാകട്ടെ വലുതാകട്ടെ. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം 2 ആടുകൾ പരസ്പരം കൊമ്പ് കോർക്കുന്നത് കണ്ടു. സഹാബികളിൽ ഒരാളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, നിനക്കറിയുമോ ഇത് രണ്ടും എന്തിനാണ് കൊമ്പ് കോർക്കുന്നത് എന്ന്? അദ്ദേഹം പറഞ്ഞു, ഇല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അള്ളാഹുവിനറിയാം, വസയഖ്ദില്ലാഹു ബൈനഹുമ, ഈ 2 ആടുകൾക്കിടയിൽ അള്ളാഹു നാളെ പരലോകത്ത് വിധി പറയുന്നതാണ്. യാ സുബ്ഹാനല്ലാഹ്, ചിന്തിച്ചു നോക്കൂ നിങ്ങൾ. ചെറുതാകട്ടെ വലുതാകട്ടെ, ഒരു മുസ്ലിമും തമ്മിലുള്ള ഇടപാടാകട്ടെ, ഒരു കാഫിറും തമ്മിലുള്ള ഇടപാടാകട്ടെ, ഒരു മുസ്ലിമും കാഫിറും തമ്മിലുള്ള ഇടപാടാകട്ടെ, അനീതി നടന്നിട്ടുണ്ടോ അള്ളാഹു നീതി നടപ്പിലാക്കും. എത്രത്തോളം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മുഅ്മിനുകൾ സിറാത്ത് പാലം വിട്ടുകടന്നാൽ മറ്റൊരു ഖന്തറത്ത് അവർക്ക് കടന്നു പോകാനുണ്ട്. സിറാത്ത് കടന്നവൻ, നരകത്തിന് മുകളിലുള്ള പാലം കടന്നവൻ രക്ഷപ്പെട്ടു, അവനുള്ളത് സ്വർഗമാണ്. അള്ളാഹു നമ്മെ അക്കൂട്ടരിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ. അവനുള്ളത് സ്വർഗമാണ്. പക്ഷേ ഇനി ഒരു ഖന്തറത്ത് അവന് കടക്കാനുണ്ട്. ഒരു ഖന്തറ എന്നാൽ അത് മറ്റൊരു ചെറിയ പാലമാണ് എന്ന് മുൻഗാമികൾ വിശദീകരിച്ചത് കാണാം. ചില പണ്ഡിതന്മാർ പറഞ്ഞു, അതുകൊണ്ടാണ് ആ കാലതാമസം സ്വർഗത്തിൽ പ്രവേശിക്കാൻ ഉള്ളതുകൊണ്ടാണ് സൂറത്തു സുമറിൽ വസീഖ അല്ലദീന ഇത്തഖൗ വസീഖ അല്ലദീന കഫറു ഇലാ ജഹന്നമ സുമറ ഹത്താ ഇദാ ജാഊഹാ ഫുതിഹത് അബ്വാബുഹാ എന്ന് പറയുകയും, അഥവാ നിഷേധികളെ നരകത്തിലേക്ക് കൂട്ടം കൂട്ടമായി തെളിച്ചു കൊണ്ടുപോകും. ഹത്താ ഇദാ ജാഊഹാ, അതിനടുത്തെത്തിയാൽ ഫുതിഹത് അബ്വാബുഹാ, അതിൻ്റെ വാതിലുകൾ തുറക്കപ്പെടും. ഫുതിഹത് അബ്വാബുഹാ എന്ന് പറഞ്ഞു. അതേസമയം സ്വർഗത്തെക്കുറിച്ച് അതിനുശേഷമുള്ള ആയത്തുകളിൽ അള്ളാഹു പറഞ്ഞു, വസീഖ അല്ലദീന ഇത്തഖൗ റബ്ബഹും ഇലൽ ജന്നതി സുമറ ഹത്താ ഇദാ ജാഊഹാ വഫുതിഹത് അബ്വാബുഹാ. അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിച്ചവർ കൂട്ടം കൂട്ടമായി സ്വർഗത്തിലേക്ക് നയിക്കപ്പെടും. അവർ അവിടെ എത്തിയാൽ, അതിൻ്റെ അരികിലെത്തിയാൽ, വഫുതിഹത് അബ്വാബുഹാ, അതിൻ്റെ വാതിലുകൾ തുറക്കപ്പെടുകയും ചെയ്താൽ, ഒരു വാവ് അധികമായി വന്നു. പണ്ഡിതന്മാർ പറഞ്ഞു, ഈ കാലതാമസമാണ് അവിടെ സൂചിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. സറാത്ത് കഴിഞ്ഞാൽ ഒരു ഖന്തറ കടക്കാനുണ്ട്. സുബ്ഹാനല്ലാഹ്, ഖന്തറത്ത് എന്ന് പറഞ്ഞാൽ ആരെങ്കിലുമായി നിനക്ക് വല്ല മദ്ലമത്തും, എന്തെങ്കിലും ഒരു ഇടപാട്, കൊടുക്കൽ വാങ്ങലുകൾ, സമ്പത്തിലോ അഭിമാനത്തിലോ രക്തത്തിലോ എന്തെങ്കിലും അതിക്രമം, വീട്ടാത്തൊരു കടം ബാക്കിയുണ്ടോ, അത് തീർത്തിട്ട് മാത്രമേ സ്വർഗത്തിലേക്ക് കിടക്കുകയുള്ളൂ. മുഅ്മിനുകൾ തമ്മിലാകട്ടെ, സ്വർഗത്തിന് അർഹരായ ഈ ആളുകളും നരകാവകാശിയായ കാഫിറും തമ്മിലാകട്ടെ എങ്കിൽ പോലും അവന് കൊടുക്കാനുള്ളതാണ് എന്തെങ്കിലും, അല്ലെങ്കിൽ അവനോട് ചെയ്ത എന്തെങ്കിലും അതിക്രമമാണ്, അള്ളാഹു അത് തീർപ്പാക്കും. എങ്ങനെയാണ് തീർപ്പാക്കുക? കാഫിറിന് എന്താണ് അതുകൊണ്ട് കിട്ടാൻ? അള്ളാഹു അലം, അള്ളാഹുവിനാണ് അറിയുക. പക്ഷേ അത് തീർപ്പാക്കും. അതും കൂടി തീർത്ത് ഹത്താ ഇദാ ഹുദ്ദിബു വനുഖു, കറകളഞ്ഞ് പരിശുദ്ധരായിട്ടല്ലാതെ ഒരാൾക്കും സ്വർഗത്തിൽ കടക്കുക സാധ്യമല്ല. കാരണം സ്വർഗം തയ്യിബുകളുടെ ദാറാണ്, വിശിഷ്ടരായവരുടെ ഗേഹമാണ്, സങ്കേതമാണ്. അവിടെ ഒരു കറയും കൊണ്ട് ഒരാൾക്ക് കടക്കുക സാധ്യമല്ല. ഒരു കറയുമായി അങ്ങോട്ട് കടക്കുക കഴിയില്ല. അതുകൊണ്ടാണ് സുബ്ഹാനല്ലാഹ്, സിറാത്തിന് മുകളിലൂടെയുള്ള സഞ്ചാരം, അതാണ് നരകത്തിൽ കടക്കാത്ത മുഅ്മിനുകൾക്കും നരകത്തിൽ നിന്നുള്ള ഓഹരി. അല്ലാഹു ഖുർആനിൽ പറഞ്ഞു, വഇൻ മിൻകും ഇല്ലാ വാരിദുഹാ കാന അലാ റബ്ബിക ഹത്മൻ മഖ്ദിയ. വഇൻ മിൻകും ഇല്ലാ വാരിദുഹാ, നിങ്ങളിൽ ഒരാളും അതിൻ്റെ വക്കത്ത് വരാത്തവരായി ഉണ്ടാവുകയില്ല. കാന അലാ റബ്ബിക ഹത്മൻ മഖ്ദിയ, റബ്ബ് തീരുമാനിച്ച കാര്യമാണ്, ഒരിക്കലും മാറാത്ത അള്ളാഹുവിൻ്റെ തീരുമാനമാണ്. സിറാത്തിന് മുകളിലൂടെ കടന്നിട്ടല്ലാതെ ഒരാളും സ്വർഗത്തിൽ പോവുകയില്ല. അത് നരകത്തിന് മുകളിലുള്ള പാലമാണ്. അതിലൂടെ ആളുകളുടെ സഞ്ചാരത്തിലും അവരുടെ വേഗതയിലും അതുപോലെ അവർക്ക് ലഭിക്കുന്ന വെളിച്ചത്തിനും വ്യത്യാസമുണ്ടാകും. മിന്നൽ വേഗത്തിൽ, കാറ്റിൻ്റെ വേഗത്തിൽ, കുതിരപ്പുറത്ത് പോകുന്ന ആളുടെ വേഗത്തിൽ, ഒട്ടകപ്പുറത്ത് പോകുന്ന ആളുടെ വേഗത്തിൽ ഓടിപ്പോകുന്ന ആളുകൾ, നടന്നു പോകുന്ന ആളുകൾ, സുബ്ഹാനല്ലാഹ്, മുട്ടിലിഴഞ്ഞു പോകുന്ന ആളുകൾ,
വലിച്ചടക്കപ്പെടുന്ന ആളുകൾ ഇവരെല്ലാം അവരിലുണ്ടാകും. നസ്അലുല്ലാഹു അൽ ആഫിയ വസ്സലാം. അതുപോലെ അതിലൂടെ കടന്നു പോകുന്നവർക്ക് പ്രകാശം നൽകപ്പെടും. അവിടെ ഇരുട്ടാണ്. പർവ്വത സമാനമായ പ്രകാശം നൽകപ്പെട്ടവരുണ്ടാകും. ഒരു ഈന്തപ്പന കുലച്ചു നിൽക്കുന്നത് പോലെ പ്രകാശം നൽകപ്പെട്ടവരുണ്ടാകും. ഇങ്ങനെ പല രൂപത്തിൽ പ്രകാശം നൽകപ്പെട്ടവരുണ്ടാകും. എത്രത്തോളം ഒരാളുടെ പ്രകാശം അവൻ്റെ വിരലിൻ്റെ അത്ര, കാലിൻ്റെ വിരലിൻ്റെ നഖത്തിൻ്റെ അത്ര മാത്രമായിരിക്കും. അത് തന്നെ ചിലപ്പോൾ തെളിയുകയും ചിലപ്പോൾ അണഞ്ഞു പോവുകയും ചെയ്യും. നസ്അലുല്ലാഹു അൽ ആഫിയ വസ്സലാം. ഇങ്ങനെ കടന്നു പോകുന്ന ആളുകളുണ്ട്. അവിടെ ചുറ്റും കൊളുത്തുകളും മറ്റുമുണ്ടാകും. ഫമഖ്ദൂഷുൻ നാജിൻ വമഖ്ദൂസുൻ ഫിന്നാർ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, പരിക്കേറ്റ് മുറിവേറ്റ് രക്ഷപ്പെടുന്നവരുണ്ട്, അതിലേക്ക് നരകത്തിലേക്ക് വലിച്ചു എറിയപ്പെടുന്നവരുമുണ്ട്. നഊദു ബില്ലാഹി മിനന്നാർ. നോക്കൂ നിങ്ങൾ, ഇതിനു മുകളിലൂടെയുള്ള വേഗതക്കനുസരിച്ച് ഒരാൾ നരകത്തിൻ്റെ ഓഹരി അനുഭവിക്കുന്നുണ്ട്. മനസ്സിലായില്ല? ഇവിടെ അതിവേഗം പോകുന്നയാൾക്ക് അത്ര കുറവായിരിക്കും. എന്നാൽ പതുക്കെ പോകുന്നയാൾ അത്രയും അനുഭവിച്ചിട്ടാണ് പോകുന്നത്. ശുദ്ധീകരണമാണ്. ശുദ്ധീകരിക്കപ്പെട്ടിട്ടല്ലാതെ സ്വർഗത്തിൽ കടക്കുക സാധ്യമല്ല. അതുകൊണ്ട് സഹോദരങ്ങൾ, ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തൂബ ലിമൻ വജദ ഫി സഹീഫതിഹി ഇസ്തിഗ്ഫാറൻ കസീറ. തൂബ ഒരാൾക്ക് ആശംസയാണ്, മംഗളങ്ങളാണുള്ളത്. ആർക്കാണ്? ലിമൻ വജദ ഫി സഹീഫതിഹി, ആരാണോ തൻ്റെ കർമ്മങ്ങളുടെ ഏടിൽ പരലോകത്ത് അത് തുറന്നു നോക്കുമ്പോൾ കാണാൻ കഴിയുന്നത് ഇസ്തിഗ്ഫാറൻ കസീറ, ധാരാളം ഇസ്തിഗ്ഫാർ, അത് കാണാൻ കഴിയുന്നവന് ആശംസകൾ. കാരണം അതാണ് പാപങ്ങൾ പൊറുക്കാനുള്ള വഴി. നമ്മുടെ നന്മകൾ, ഇന്നൽ ഹസനാത്ത് യുദ്ഹീബന സയ്യിആത്ത്, നന്മകൾ തിന്മകളെ നീക്കിക്കളയുന്നു. അതുകൊണ്ട് ശ്രദ്ധിക്കുക. പരലോകത്ത് അതേക്കുറിച്ച് യഖീനുള്ളവരാവുക. അള്ളാഹുവിൻ്റെ മുന്നിൽ ചെന്ന് നിൽക്കേണ്ടവരാണ്, ബോധമുണ്ടാവുക. റബ്ബുമായുള്ള ഇടപാടിലാകട്ടെ, പടപ്പുകളുമായുള്ള ഇടപാടിലാകട്ടെ, ഇത് രണ്ടുമാണ് നമ്മുടെ ജീവിതം. നമ്മുടെ ജീവിതം പടപ്പുകൾ, റബ്ബുമായുള്ള ഇടപാടുകൾ, അവൻ കൽപ്പിച്ച കാര്യങ്ങൾ, അവൻ വിലക്കിയ കാര്യങ്ങൾ, പിന്നെയുള്ള നമ്മുടെ ചുറ്റുമുള്ള ആളുകൾ. ഇത് രണ്ടുമാണ് കാര്യം. ഇത് രണ്ടിലും അള്ളാഹുവിനെ സൂക്ഷിക്കുക, പരലോകത്തെക്കുറിച്ച് യഖീനുള്ളവരാവുക. അവിടെ അള്ളാഹു റബ്ബുൽ ആലമീൻ നീതി നടപ്പിലാക്കും എന്ന് മനസ്സിലാക്കുക. റബ്ബുമായുള്ള ഇടപാടാണോ അള്ളാഹു സുബ്ഹാനഹു വതആല പുറത്തു തന്നേക്കും. പക്ഷെ ആളുകളുമായുള്ള ഇടപാടാണോ അള്ളാഹു സുബ്ഹാനഹു വതആല അത് പുറത്തു തരില്ല. ആളുകളുമായത് തീർക്കേണ്ടി വരും, നന്മ തിന്മകൾ വെച്ചു മാറിക്കൊണ്ട്. അള്ളാഹു നമുക്ക് എളുപ്പം നൽകുമാറാകട്ടെ. അള്ളാഹു പറയുന്നു, ഉലൈക അലാ ഹുദം റബ്ബിഹിം വ ഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ. ഉലൈക അവർ, അലാ ഹുദം റബ്ബിഹിം അവരുടെ റബ്ബിങ്കിൽ നിന്നുള്ള ഹുദയിലാണ്. ഉലൈക അലാ ഹുദ, അവർ സന്മാർഗത്തിനു മേലാണുള്ളത്. റബ്ബിഹിം അവരുടെ റബ്ബിങ്കിൽ നിന്നുള്ള, വ ഉലൈക ഹും അവർ തന്നെയാണ് അൽ മുഫ്ലിഹൂൻ വിജയികൾ, അവർ തന്നെയാണ് വിജയികൾ. നോക്കിവിടെ ഈ പറഞ്ഞിട്ടുള്ള സൽഗുണങ്ങൾ ഉള്ളവരാണ് റബ്ബിങ്കിൽ നിന്നുള്ള സന്മാർഗത്തിലുള്ളത് എന്ന് അള്ളാഹു പറയുന്നു. നേരത്തെ പറഞ്ഞതുപോലെ ഗൈബിൽ വിശ്വസിക്കുന്ന, നിസ്കാരം നിലനിർത്തുന്ന, അള്ളാഹു നൽകിയത് അതിൽ നിന്ന് ചെലവഴിക്കുന്ന, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവതരിപ്പിക്കപ്പെട്ടതിലും മുൻകഴിഞ്ഞ നബിമാർക്ക് അവതരിപ്പിക്കപ്പെട്ടതിലും വിശ്വസിക്കുന്ന, പരലോകത്തിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന ആളുകളാരോ ഉലൈക അലാ ഹുദം റബ്ബിഹിം അവരാണ് റബ്ബിങ്കിൽ നിന്നുള്ള ഹുദയിലുള്ളത്. ഇവിടെ നോക്കൂ, അലാ ഹുദ സന്മാർഗത്തിനു മേലുള്ളത് എന്ന് പറഞ്ഞതിൽ നിന്ന് പണ്ഡിതന്മാർ പറഞ്ഞത് കാണാം, സന്മാർഗം അവർക്ക് മുന്നിൽ എപ്പോഴും, സന്മാർഗം ഹുദ അവരെയും കൊണ്ട് സഞ്ചരിക്കുന്ന ഒരു കപ്പൽ പോലെ, ഒരു വാഹനം പോലെ, എവിടെയും അവരെ ആ ഹുദ മുന്നോട്ട് നയിക്കുന്നു. എവിടെയും ഏത് സന്ദർഭത്തിലും എന്താണ് ഇവിടെ റബ്ബിനെ തൃപ്തിപ്പെടുത്തുന്ന നിലപാട് എന്ന് അവർ ഈ ഹുദയിലൂടെ തിരിച്ചറിഞ്ഞിരിക്കുന്നു. ഉലൈക അലാ ഹുദം റബ്ബിഹിം, തങ്ങളുടെ റബ്ബിങ്കിൽ നിന്നുള്ള ഹുദയിലാണവർ. നോക്കൂ, ഈ ഹുദ ഏതൊരാൾക്കും ഏതൊരു മുഅ്മിനിനുമുണ്ട്. പക്ഷേ ഒരാളുടെ അറിവിനനുസരിച്ച്, അള്ളാഹുവിൻ്റെ തൗഫീഖിനനുസരിച്ച് അത് വർദ്ധിച്ചു കൊണ്ടിരിക്കും. റബ്ബിനോടത് ചോദിക്കണമെന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു പഠിപ്പിച്ചു കൊടുത്തൊരു ദുആയിൽ നമുക്ക് കാണാം. അലിയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അലി നീ ദുആ ചെയ്യുക, അല്ലാഹുമ്മ ഹ്ദിനി വസദ്ദിദ്നി, അല്ലാഹുമ്മ ഹ്ദിനി വസദ്ദിദ്നി, അല്ലാഹുവേ ഇഹ്ദിനി, നീ എന്നെ ഹിദായത്തിലേക്ക് നയിക്കണമേ,
വസദ്ദിദ്നി, നീ എന്നെ സദാദിൽ നയിക്കണമേ. എന്നിട്ട് അലിയോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്തു, നീ ഹുദ ചോദിക്കുമ്പോൾ അല്ലാഹുമ്മ ഹ്ദിനി എന്ന് പറയുമ്പോൾ ഫദ്കുർ ഹിദായതക ഫി ത്വരീഖ്, നീ ശരിയായ വഴിയിലൂടെ ഒരു നാട്ടിലേക്ക് പോകണം, ആ നാട്ടിലേക്ക് പോകാനുള്ള ശരിയായ വഴി ഏതാണോ ആ വഴിയിലൂടെ സഞ്ചരിക്കുന്നത് നീ ഓർക്കുക. ഒരു നാട്ടിലേക്ക് പോകാൻ നേരെ എതിർഭാഗത്തേക്കുള്ള റോഡിലേക്ക് ഒരാൾ കയറിയാലോ അയാൾ അങ്ങോട്ട് എത്തുകയില്ല. അയാൾ എപ്പോഴെങ്കിലും അത് തിരിച്ചറിഞ്ഞാലും ഒരുപാട് സമയവും മറ്റും അയാൾക്ക് നഷ്ടമായിരിക്കും. ഹിദായത്ത് അല്ലാഹുവിനോട് ചോദിക്കുമ്പോൾ നീ ഇതോർക്കുക. നീ സദാ അത് ചോദിക്കുമ്പോൾ നീ ഒരു അമ്പ് ചെയ്താൽ അത് കൃത്യമായ സ്ഥാനത്ത് കൊണ്ടുപോയി കൊള്ളുന്നത് ഓർക്കുക. ഇത് രണ്ടും ഓർത്തുകൊണ്ട് നീ ദുആ ചെയ്യുക. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപദേശത്തിൽ എന്തു പാഠമുണ്ട്? ഏത് ദുആയിലും സുബ്ഹാനല്ലാഹ് അതിൻ്റെ മഅന, അതിൻ്റെ അർത്ഥവും അതിൻ്റെ ഉദ്ദേശവും പഠിച്ചുകൊണ്ട് ദുആ ചെയ്യുക എന്ന പാഠം ആ ഹദീസിലുണ്ട്. അലിയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ പഠിപ്പിച്ചു കൊടുക്കുക മാത്രമല്ല, നീ ചോദിക്കുമ്പോൾ ഇത് ഓർക്കുക എന്നുകൂടി പറയുക. അല്ലാഹുമ്മ ഹ്ദിനി വ സദ്ദിദ്നി. അതുകൊണ്ടാണ് ദുആ ഏറ്റവും ഫലപ്പെടുക അതിൻ്റെ അർത്ഥവും അതിൻ്റെ മഖ്സദും അതിൻ്റെ ഉദ്ദേശവും കൂടി മനസ്സിലുണ്ടായാലാണ്. മനസ്സിലായില്ലേ? ഇമാം ഇബ്നുൽ ഖയ്യിം അദ്ദേഹത്തിൻ്റെ അൽവാബുൽ സയ്യിബ് എന്ന കിതാബിൽ പറയുകയുണ്ടായി, ദിക്റുകൾ, ദുആകൾ അത് ഏറ്റവും ഫലപ്പെടുന്ന 3 കാര്യങ്ങളുണ്ട്. ഒന്ന് മാ വാഫഖ ലിസാൻ അൽ ഖൽബ്, മാ വാഫഖ അൽ ഖൽബ് അൽ ലിസാൻ, നാവും ഹൃദയവും ഒരുമിച്ചുണ്ടാവുക. വെറും നാവും ഉണ്ടാകരുത്, മറിച്ച് ഹൃദയത്തിൽ ഓർത്തുകൊണ്ട് തന്നെ ദിക്ർ ചൊല്ലുക, ദുആ ചെയ്യുക, ഏറ്റവും ഫലപ്പെടാം. രണ്ടാമത്തേത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ദിക്റും ദുആവുമായിരിക്കുക. 3 ഇതാണ് ദുആന്റെ അർത്ഥവും അതിൻ്റെ ഉദ്ദേശം അതിൻ്റെ ലക്ഷ്യവും എന്തിനാണത് എന്നറിയുക. ഇത് 3 കാര്യങ്ങളുണ്ടെങ്കിലാണ് ദിക്റും ദുആവും ഏറ്റവും ഫലപ്പെടുക. അതിൻ്റെ എല്ലാ ഫലവും നമുക്ക് ലഭിക്കുക. അതിൻ്റെ ഫലങ്ങളാകട്ടെ എത്രയോ അനേകമാണ്. ദിക്റിൻ്റെയും ദുആഇൻ്റെയും ഫലം പോലെ സുബ്ഹാനല്ലാഹ് ഇത്ര പ്രയോജനങ്ങൾ എന്തെങ്കിലും കാര്യത്തിനുണ്ടോ എന്ന് സംശയമാണ്. അതുപോലെ ഫദ്ല് പറയപ്പെട്ട മറ്റേത് കാര്യമുണ്ട്? സുബ്ഹാനല്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുകയാണ് സഹാബത്തിനോട്, അലാ ഉനബ്ബിഉകും ബിഖൈരി അഅമാലിക്കും വഅർഫഇഹാ ഫി ദറജാതിക്കും വഅസ്കാഹാ ഇൻദ മലീകിക്കും വഖൈറിൻ ലക്കും മിൻ ഇൻഫാഖി الذهب والورق വഖൈറിൻ ലക്കും മിൻ അൻ തൽഖൗ അദുവക്കും ഫതദ്രിബു അനാഖഹും വയദ്രിബു അനാഖക്കും. ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരട്ടെ, ഏറ്റവും നല്ല പ്രവർത്തനം, നിങ്ങളുടെ പദവി ഏറ്റവും ഉയർത്തി തരുന്നൊരു കാര്യം, നിങ്ങളുടെ റബ്ബിൻ്റെ അരികിൽ ഏറ്റവും നിങ്ങൾക്ക് പരിശുദ്ധി നേടിത്തരുന്ന കാര്യം, സ്വർണവും വെള്ളിയും ചെലവഴിക്കുന്നതിനേക്കാൾ ശ്രേഷ്ഠമായ കാര്യം, യുദ്ധമുഖത്ത് ശത്രുവിനെ കണ്ടുമുട്ടുന്ന വാളുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വെട്ടുന്ന യുദ്ധത്തിനേക്കാൾ ശ്രേഷ്ഠമായ കാര്യം ദിക്റുല്ലാഹി തആല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, അള്ളാഹുവിനെ ദിക്ർ ചെയ്യുക എന്നതാണ്. അല്ലാഹു അക്ബർ. ആലോചിച്ച് നോക്കൂ. അതുകൊണ്ട് ദിക്ർ ദുആകളുടെ ശ്രേഷ്ഠത വളരെ വലുതാണ്. പറഞ്ഞു വന്നത് ഹുദ, അള്ളാഹു നിന്ന് ഹിദായത്ത് ചോദിക്കുക, അത് അള്ളാഹു നൽകുക എന്നതുപോലെ നമുക്ക് ആവശ്യമുള്ള മറ്റൊരു കാര്യവുമില്ല. ആ ഹിദായത്ത് സുബ്ഹാനല്ലാഹ് ലഭിച്ച ആളുകളാണ് അള്ളാഹുവിനോട് എന്ത് ചോദിക്കുന്നത്? ഇഹ്ദിന സ്വറാത്തുൽ മുസ്തഖീം എന്ന് ചോദിക്കുന്നത്. എന്തുകൊണ്ടാണ്? അത് കിട്ടിയത് തന്നെ പിന്നെയും ചോദിക്കലല്ല എന്ന് ഇബ്നു കസീർ റഹിമഹുല്ലാഹ് ആയത്തിൻ്റെ തഫ്സീറിൽ പറഞ്ഞു. കിട്ടിയത് തന്നെ വീണ്ടും ചോദിക്കുന്നതല്ല, മറിച്ച് അള്ളാഹു ഏത് ഘട്ടത്തിലും നമ്മെ നേരായ വഴിക്ക് നടത്തേണ്ടതുണ്ട്. ഏത് ഘട്ടത്തിലും, ഏതേത് കാര്യത്തിലും, ഏതേത് നിലപാടിലും, എന്തൊരു പ്രശ്നം മുന്നിലെത്തിയാലും അള്ളാഹു അതിൽ ശരിയായ വഴിയിൽ നമ്മെ നയിക്കേണ്ടതുണ്ട്. അള്ളാഹു നയിച്ചില്ല എങ്കിൽ ആരാണ് നമുക്ക് വഴി കാണിച്ചു തരിക? റബ്ബല്ലാതെ നമുക്ക് ശരിയായ വഴി തിരഞ്ഞെടുക്കാൻ തൗഫീഖ് നൽകുന്ന മറ്റാരുണ്ട്? ഒരാളുമില്ല. അതുകൊണ്ട് ദുആ ചെയ്യുക, അള്ളാഹുവിനോട് സന്മാർഗം അത് വർദ്ധിപ്പിച്ചു തരാൻ തേടുക. അതിൽപ്പെട്ട ദുആണ് അല്ലാഹുമ്മ ഹ്ദിനി വ സദ്ദിദ്നി എന്ന സല്ലല്ലാഹു അലൈഹി വസല്ലം അലി ഇബ്നു അബി ത്വാലിബിന് പഠിപ്പിച്ചു കൊടുത്ത ഇമാം മുസ്ലിമിൻ്റെ സഹീഹിൽ വന്ന ഹദീസിലുള്ള ദുആ, അല്ലാഹുമ്മ ഹ്ദിനി വ സദ്ദിദ്നി, അല്ലാഹുമ്മ ഹ്ദിനി വ സദ്ദിദ്നി. അവരാണ് റബ്ബിങ്കിൽ നിന്നുള്ള ഹുദയിൽ വെളിച്ചത്തിലുള്ളത്. വഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ, അവരാണ് വിജയികൾ. ഫലാഹ്, വിജയം അവർക്കുള്ളതാണ്. യഥാർത്ഥ വിജയം എന്നത് സ്വർഗം നേടലാണ്, നരകത്തിൽ നിന്ന് രക്ഷപ്പെടലാണ്. ഫമൻ സുഹ്സിഹ അനിൻ നാരി വഉദ്ഖിലൽ ജന്നത ഫഖദ് ഫാസ്, നരകത്തിൽ നിന്ന് അകറ്റപ്പെട്ടോ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെട്ടോ ഫഖദ് ഫാസ്, അവൻ വിജയിച്ചിരിക്കും. അള്ളാഹു പറഞ്ഞു ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ,
മുഅ്മിനുകൾ വിജയിച്ചിരിക്കുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അള്ളാഹു സ്വർഗത്തെ സൃഷ്ടിച്ചു, എന്നിട്ട് അതിനോട് പറഞ്ഞു തകല്ലമീ, നീ സംസാരിക്കുക. അപ്പോൾ സ്വർഗം പറഞ്ഞു ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ, മുഅ്മിനുകൾ വിജയിച്ചിരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുക, അള്ളാഹു സ്വർഗത്തെ പടച്ചു, എന്നിട്ട് അതിനോട് പറഞ്ഞു തകല്ലമി, നീ സംസാരിക്കുക. അപ്പോൾ സ്വർഗം പറഞ്ഞു ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ, മുഅ്മിനുകൾ വിജയിച്ചിരിക്കുന്നു. നോക്കൂ, ഈ ആയത്തുകൾ 4 ആയത്തുകളിൽ അള്ളാഹു മുഅ്മിനുകളെ കുറിച്ച് പറയുകയുണ്ടായി. അലിഫ് ലാം മീമിന് ശേഷമുള്ള 4 ആയത്തുകളിൽ അള്ളാഹു മുഅ്മിനുകളെ കുറിച്ച് അവരുടെ സ്വഭാവ വിശേഷണങ്ങളെക്കുറിച്ച് പറയുകയുണ്ടായി. ഇത് നോക്കൂ, അടുത്ത 2 ആയത്തുകൾ കുഫാറുകളെ കുറിച്ചാണ്. കാരണം ഖുർആൻ അതിൻ്റെ മനോഹരമായ ശൈലിയാണ്. അതിൽ ഒരു കാര്യം പറഞ്ഞാൽ അതിൻ്റെ എതിർഭാഗം, മറുവശം പറയുക എന്ന്. അള്ളാഹു ഖുർആനെ വിശേഷിപ്പിച്ചത് എങ്ങനെയാണ്? കിതാബൻ മുതശാബിഹൻ മഥാനി, കിതാബൻ മുതശാബിഹൻ മഥാനി. കിതാബൻ, ഇത് എങ്ങനെയുള്ള കിതാബൻ? മുതശാബിഹ, മുതശാബിഹ എന്നാൽ സമാനമായ ആയത്തുകളുള്ള കിതാബ്. ഒരു സ്ഥലത്ത് പറഞ്ഞതിന് എതിരൊരിക്കലും മറ്റൊരു സ്ഥലത്ത് ഉണ്ടാവുകയില്ല, മുതശാബിഹായിരിക്കും, ഒരുപോലെ ആയിരിക്കും. മഥാനി, മഥാനി എന്നാൽ ഈ പറഞ്ഞതാണ്. അഥവാ സ്വർഗത്തെക്കുറിച്ച് പറഞ്ഞാൽ നരകത്തെക്കുറിച്ച്, മുഅ്മിനുകളെ കുറിച്ച് പറഞ്ഞാൽ കുഫാറുകളെ കുറിച്ച്, മുസ്ലിമീങ്ങളെ കുറിച്ച് പറഞ്ഞാൽ മുനാഫിഖുകളെ കുറിച്ച്, ഇങ്ങനെ ഖുർആനിൽ കാണാം. ഇന്നല്ലദീന കഫറു സവാഉൻ അലൈഹിം അഅൻദർതഹും അം ലം തുൻദിർഹും ലാ യുഅ്മിനൂൻ ختم الله على قلوبهم وعلى سمعهم وعلى أبصارهم غشاوة ولهم عذاب عظيم. إن الذين كفروا, ആരാണോ കാഫിറുകളായി തീർന്ന് നിഷേധികളായത്, അവിശ്വസിച്ചത്, സവാഉൻ അലൈഹിം, അവരുടെ കാര്യത്തിൽ സവാ ആണ്, അഥവാ ഒരുപോലെയാണ് നബിയെ. അഅൻദർതഹും, അങ്ങ് അവരെ താക്കീത് നൽകിയാലും, അവർക്ക് താക്കീത് നൽകിയാലും, അം ലം തുൻദിർഹും, അം അതല്ല ലം തുൻദിർഹും, അവർക്ക് താക്കീത് നൽകിയില്ല എങ്കിലും, ലാ യുഅ്മിനൂൻ, അവർ വിശ്വസിക്കാൻ പോകുന്നില്ല. ഖാതമ അല്ലാഹ്, അള്ളാഹു മുദ്ര വച്ചിരിക്കുന്നു, സീൽ ചെയ്തിരിക്കുന്നു, അലാ ഖുലൂബിഹിം, അവരുടെ ഹൃദയങ്ങളിന്മേൽ, വഅല സമഇഹിം, അവരുടെ കാതുകളിന്മേലും. സമഇനും ഖൽബിനും അള്ളാഹു ഖത്മ ചെയ്തിരിക്കുന്നു. ഇനിയോ വഅല അബ്സാറിഹിം ഗിശാവ, അവരുടെ കണ്ണുകളിലാകട്ടെ ഗിശാവ, ഒരു മൂടിയുണ്ട്. വലഹും അദാബുൻ അളീം, അവർക്ക് ഭയാനകമായ ശിക്ഷ ഉണ്ടായിരിക്കും. റബ്ബ് സുബ്ഹാനഹു വ തആല ഹിദായത്ത് നിശ്ചയിച്ചിട്ടില്ലാത്ത, ദലാലത്ത് വിധിച്ചിട്ടുള്ള ആളുകളെ കുറിച്ചാണ് ഈ പറയുന്നത്. നബിയെ അങ്ങ് അവർക്ക് താക്കീത് നൽകിയാലും ഇല്ല എങ്കിലും അവർ വിശ്വസിക്കാൻ പോകുന്നില്ല. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമക്കാകട്ടെ ജനങ്ങൾ വിശ്വസിക്കാത്തതിൽ വലിയ പ്രയാസമുണ്ടായിരുന്നു. ആ പ്രയാസം എത്രത്തോളം എന്നാൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം, സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവൻ പോയേക്കുമോ എന്ന അത്രയും പ്രയാസം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആളുകൾ വിശ്വസിക്കാത്തതിലുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അള്ളാഹു പറഞ്ഞത് ലഅല്ലക ബാഖിഉൻ നഫ്സക അല്ലാ യകൂനു മുഅ്മിനീൻ, നബിയെ അങ്ങ് താങ്കളുടെ ജീവൻ നശിപ്പിച്ചേക്കാം, അല്ലാ യകൂനു മുഅ്മിനീൻ, അവർ മുഅ്മിനുകളാകാത്തതിനാൽ. ഇതുകൊണ്ടാണ് ഖുർആനിൽ അള്ളാഹു പലതവണ ആവർത്തിച്ച് പറഞ്ഞത്, എന്ത്? നബിയെ അള്ളാഹു ഉദ്ദേശിച്ചിരുന്നെങ്കിൽ അവർ വിശ്വസിക്കുമായിരുന്നു, അതിൽ താങ്കൾ പ്രയാസപ്പെടേണ്ടതില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്കുള്ള ആശ്വാസം അതിലുണ്ട്. ഫദക്കിർ ഇന്നമാ അൻത മുദക്കിർ, നബി അങ്ങ് ഓർമ്മപ്പെടുത്തുക, അങ്ങ് ഓർമ്മപ്പെടുത്തുന്നയാൾ മാത്രമാണ്. ലസ്ത അലൈഹിം ബിമുസൈത്തിർ, അവരുടെ മേൽ അവരെ നിർബന്ധിച്ച് വിശ്വസിപ്പിക്കേണ്ട ആളല്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അള്ളാഹു ആശ്വസിപ്പിച്ചത് ഇതുകൊണ്ടാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വലിയ പ്രയാസമുണ്ടായിരുന്നു. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആളുകളോടുള്ള നസീഹത്ത് കൊണ്ട്, ആളുകളോടുള്ള ഗുണകാംക്ഷ കൊണ്ട്, ജനങ്ങളൊന്ന് നന്നായി കാണാനുള്ള ആഗ്രഹം കൊണ്ടാണ്, അവരൊന്ന് ഹിദായത്ത് സ്വീകരിച്ചിരുന്നെങ്കിൽ എന്നതുകൊണ്ടാണ്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനുവേണ്ടി അങ്ങേയറ്റം പരിശ്രമിച്ചിരുന്നു. ഒരുപാട് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനുവേണ്ടി പരിശ്രമിച്ചിരുന്നു. എങ്ങനെയെങ്കിലും ഇതൊന്ന് അവർ സ്വീകരിക്കണം എന്നതായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആഗ്രഹം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, ഞാൻ മസലി വമസലുക്കും, എൻ്റെയും നിങ്ങളുടെയും ഉദാഹരണം കമസലി റജുലിൻ ഔഖദ നാറ, തീ കത്തിച്ച ഒരാളുടെ ഉദാഹരണമാണ്. ആ തീയിലേക്ക് പാറ്റകൾ ഇങ്ങനെ വന്നു വീണുകൊണ്ടിരിക്കുന്നു. വാന ആഖിദും ബിഹുജസിക്കും, ഞാൻ നിങ്ങളുടെ ഊരൊക്കെ പിടിച്ചു വലിക്കുന്നു, പക്ഷേ നിങ്ങളെൻ്റെ കൈ തെറിപ്പിച്ച് പോയി അതിൽ ചാടിയേ തീരൂ എന്ന നിലപാടിലാണുള്ളത്. സുബ്ഹാനല്ലാഹ്, എന്തൊരു ഉദാഹരണമാണ് ചിന്തിച്ച് നോക്കൂ നിങ്ങൾ. മസലി വമസലുക്കും കമസലി റജുലിൻ ഔഖദ നാറ,
എൻ്റെയും നിങ്ങളുടെയും ഉദാഹരണം ഒരു തീ കത്തിച്ച ഒരാളെ പോലെയാണ്. അതിൽ പാറ്റകൾ വന്ന് വീഴുന്നു, ഞാൻ നിങ്ങളുടെ ഊരൊക്കെ പിടിച്ച് വലിക്കുന്നു, അങ്ങോട്ട് പോകല്ലേ എന്ന് പറയുന്നു. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നസീഹത്ത്, ജനങ്ങൾ നരകത്തിൽ ചാടരുത് എന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചിന്ത അത്രയ്ക്കും വലുതായിരുന്നു. അതുകൊണ്ടാണ് നോക്കൂ, മുഅല്ലഫത്തുൽ ഖുലൂബ് എന്നറിയപ്പെടുന്ന ഇസ്ലാമിലേക്ക് അടുത്തടുത്ത് വന്ന ആളുകൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വാരിക്കോരി കൊടുക്കുകയാണ്. മക്ക വിജയത്തിന് ശേഷം, ഹുനൈൻ യുദ്ധത്തിന് ശേഷം മുസ്ലിമീങ്ങൾക്ക് ഒരുപാട് ഗനീമത്ത് കിട്ടിയ യുദ്ധമായിരുന്നു. അപ്പോൾ ഇസ്ലാം സ്വീകരിച്ച ആളുകൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുക്കുകയാണ് 100 ഒട്ടകം. നോക്കൂ നിങ്ങൾ, ഓരോ ആളുകൾക്ക് കൊടുക്കുകയാണ് 100 ഒട്ടകം, അതിലേറെ ഒട്ടകങ്ങൾ ഒരാൾക്ക് വെച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുക്കുകയാണ്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ കൊടുത്തുകൊണ്ടിരുന്ന ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പൊതിഞ്ഞു. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നോട്ട് പോയി ഒരു മുൾമരത്തിന്മേൽ നബിയുടെ തട്ടം കുടുങ്ങിപ്പോയി എന്നാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം തട്ടം കൊടുക്കും. നബി പറഞ്ഞു, എൻ്റെ റിദ, എൻ്റെ തട്ടം എനിക്ക് തരൂ. എൻ്റെ കയ്യിൽ സമ്പത്ത് മുഴുവൻ, ഈ താഴ്വാരം മുഴുവൻ സ്വർണമുണ്ടായാൽ പോലും ഞാനത് നിങ്ങൾക്ക് വീതിച്ച് നൽകുന്നതാണ് എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തിനു വേണ്ടിയാണ്? കാരണം ചില ആളുകൾ ഉണ്ടാകും, അവർക്ക് ഒരു തടസ്സം, ഇസ്ലാമിലേക്ക് വരാനുള്ള തടസ്സം എന്തെങ്കിലും സാമ്പത്തിക പ്രയാസമായിരിക്കും. അതുപോലെ ചിലർക്ക് ഈ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് അവൻ ഇസ്ലാം ഉപേക്ഷിച്ച് പോയി കളയും. അപ്പോൾ അവൻ അത് പേടിച്ചിട്ട് പോകണ്ട, അതിൻ്റെ പേരിൽ അവൻ നരകത്തിൽ പോയി ചാടണ്ട. അവനിപ്പോൾ ദീനിൽ ഉറച്ചു നിൽക്കാൻ അവനൊരു സഹായമാകട്ടെ. പിന്നീട് അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ, ചിലർ ഇസ്ലാമിലേക്ക് സ്വർണവും വെള്ളിയും എന്തെങ്കിലും ദുനിയാവ് കണ്ടിട്ടായിരിക്കും വരിക. പക്ഷെ പിന്നീട് ഈ ദീനിൻ്റെ മാധുര്യം നുണഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് ദുനിയാവും അതിലുള്ള എല്ലാത്തിനേക്കാളും അവന് വലുത് അവൻ ദീനായി മാറും. അങ്ങനെ ആളുകൾ ഉണ്ടായിട്ടുണ്ട്. ഹക്കീം ബിൻ ഹിസാം റളിയല്ലാഹു അൻഹു വൈകി ഇസ്ലാം സ്വീകരിച്ച സഹാബിമാരിൽ ഒരാളായിരുന്നു ഹക്കീം ബിൻ ഹിസാം റളിയല്ലാഹു അൻഹു. അദ്ദേഹം പറയുകയാണ്, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നബിയോട് ചെന്ന് ചോദിച്ചു, നബി എനിക്ക് തന്നു. പിന്നെയും ചോദിച്ചു, പിന്നെയും തന്നു. പിന്നെയും ചോദിച്ചു, പിന്നെയും തന്നു. എന്നിട്ട് നബി എന്നോട് പറഞ്ഞു, യാ ഹക്കീം, ഇന്ന ഹാദൽ മാല ഹുൽവത്തുൻ ഖദറ മൻ അഖദഹ ബിസഖാവത്തി നഫ്സിൻ ബൂരിക ലഹു ഫീഹ് വമൻ അഖദഹ ബിഇശ്റാഫി നഫ്സിൻ ലം യുബാറക് ലഹു ഫീഹ് കല്ലദി യഅകുൽ വലാ യശ്ബഅ. ഓ ഹക്കീം, ഈ സമ്പത്ത് എന്ന് പറയുന്നത് പച്ചപ്പുള്ളതും മധുരമുള്ളതുമാണ്. ഹുൽവത്തുൻ ഖദറ എന്താണ് അങ്ങനെ പറഞ്ഞാൽ? ഹുൽവ മധുരമുള്ള, അഥവാ അനുഭവിക്കുമ്പോൾ രുചി ഉണ്ടാകും. ഖദറ കാണാനും ഭംഗിയുണ്ടാകും, കണ്ടാൽ തന്നെ ആകർഷിക്കും, അനുഭവിക്കുമ്പോൾ രുചിയും ഉണ്ടാകും. ഇതാരെങ്കിലും മാന്യമായി നേടിയെടുത്താൽ അവനതിൽ ബറക്കത്തുണ്ടാകും. എന്നാൽ ഇത് ആളുകളോട് ചോദിച്ചിട്ടും മറ്റും ആരെങ്കിലും ഇത് നേടിയെടുത്താൽ അവനതിൽ ബറക്കത്തുണ്ടാവുകയില്ല. കല്ലദി യഅകുൽ വലാ യശ്ബഅ, തിന്നിട്ട് വയറ് നിറയാത്തവനെ പോലെ. മുകളിലുള്ള കൈയാണ് താഴെയുള്ള കൈയിനേക്കാൾ നല്ലത്, അഥവാ കൊടുക്കുന്ന കൈയാണ് ചോദിക്കുന്ന കൈയിനേക്കാൾ നല്ലത്. ഹക്കീം പറഞ്ഞു, അള്ളാഹുവിൻ്റെ റസൂലെ, ഇന്നൊരാളോട് ഞാൻ ചോദിക്കില്ല. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലം കഴിഞ്ഞു. ഹക്കീം ബിൻ ഹിസാം റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന് പിന്നീട് അദ്ദേഹത്തെ അങ്ങോട്ട് വിളിക്കുകയാണ് സമ്പത്ത് സ്വീകരിക്കാൻ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അദ്ദേഹം വാങ്ങാൻ പോകുന്നില്ല. യഥാർത്ഥത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്കിയത് ചോദിക്കുന്നതാണ്. ഇങ്ങോട്ട് വന്നാൽ സ്വീകരിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്കിയിട്ടില്ല, ചോദിക്കുന്നതാണ് വിലക്കിയത്. പക്ഷേ എന്നിട്ടും ഹക്കീം റളിയല്ലാഹു അൻഹു അതിലപ്പുറം ഖൈർ സ്വീകരിക്കാൻ വേണ്ടി വാങ്ങാൻ പോയില്ല. ഉമറുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു വിളിച്ചു, ഹക്കീം ചെന്നില്ല. ഉമർ ജനങ്ങളോട് പറഞ്ഞു, ഇതാ ഞാൻ ഹക്കീമിന് കൊടുക്കാൻ വിളിച്ചിട്ടുണ്ട്, ഹക്കീം വരാഞ്ഞിട്ടാണ്. പക്ഷേ അദ്ദേഹം ഈ സ്വഭാവം സ്വീകരിച്ചിട്ടും വലിയ സമ്പന്നനായിരുന്നു എന്നാണ്. അദ്ദേഹത്തിന് അള്ളാഹു നിശ്ചയിച്ചൊന്നും കുറഞ്ഞു പോയിട്ടില്ല. അപ്പോൾ നോക്കൂ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ഹക്കീം ആദ്യം ചോദിച്ചപ്പോൾ കൊടുത്തു, പിന്നെയും ചോദിച്ചപ്പോൾ കൊടുത്തു, പിന്നെയും ചോദിച്ചപ്പോൾ കൊടുത്തു, എന്നിട്ടാണ് ഇത് ഉപദേശിച്ചത്. കാരണം അല്ലെങ്കിൽ ഈ ഉപദേശം അത് തരാതിരിക്കാൻ വേണ്ടിയാണ് എന്ന് ചിലപ്പോൾ ആളുകൾക്ക് തോന്നിയേക്കും. എന്ത് ഈ സമ്പത്ത് ഇങ്ങനെ ചോദിക്കരുത് എന്ന ഉപദേശം തരാതിരിക്കാൻ വേണ്ടി ഉപദേശിക്കുന്നതാണ് എന്ന് തോന്നിയേക്കണം. സല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുത്തു. അതുപോലെ ഒരാൾ റസൂലുള്ളാഹിനോട് വന്ന് ചോദിച്ചിട്ട് താഴ്വാരം നിറയെ ആടുകളുണ്ടായിരുന്നു, ഒന്നാകെ ആൾക്ക് കൊടുത്തു. ചില സഹാബിമാർ പറഞ്ഞത് കാണാം, നബിയോട് എന്തെങ്കിലും ചോദിക്കപ്പെട്ട് നബി ഇല്ല എന്നൊരിക്കലും പറയും ഞങ്ങൾ കേട്ടിട്ടില്ല, ഇല്ല തരില്ല എന്ന് പറയുന്നത് കേട്ടിട്ടില്ല. അദ്ദേഹം
ആളുകൾക്കിടയിൽ ഓടിച്ചെന്ന് പറഞ്ഞു, യാ ഖൗമി അസ്ലിമു, ജനങ്ങളെ എല്ലാവരും ഇസ്ലാം ആയിക്കോളൂ, മുസ്ലിമീങ്ങളായിക്കോളൂ. ഫഇന്ന മുഹമ്മദൻ യുഅതി അതാഅ മൻ ലാ യഖാഫുൽ ഫഖർ. മുഹമ്മദ് ദാരിദ്ര്യം പേടിക്കാത്ത കൊടുക്കലാണ് കൊടുക്കുന്നത്. ഇതെല്ലാം അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തത് എന്തിനു വേണ്ടിയായിരുന്നു? സുബ്ഹാനല്ലാഹ്. ആളുകൾ ഒന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉദാരത, അതുപോലെ ആളുകളെ അവർ ഇതിൻ്റെ പേരിൽ ദീൻ ഉപേക്ഷിച്ചു പോകരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദീനിൽ നല്ല സലാബത്തുള്ള ഉറപ്പുള്ള ആളുകൾക്ക് കൊടുക്കാതിരുന്നു എന്നാണ്. എന്തിനു വേണ്ടിയാണ്? അവർ അത് കൊടുത്തില്ലെങ്കിൽ ഇതിൽ തന്നെ നിൽക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അറിയാം. നബി പറഞ്ഞിട്ടുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ ചിലർക്ക് കൊടുക്കും, ചിലർക്ക് കൊടുക്കാതിരിക്കും. ഞാൻ കൊടുത്തവനേക്കാളും എനിക്കിഷ്ടം ഞാൻ കൊടുക്കാത്തവനാണ്. മിൻഹും അംർ ഇബ്നു തഗ്ലിബ്, അതിൽപ്പെട്ട ആളാണ് അംർ ഇബ്നു തഗ്ലിബ്. അംർ ഇബ്നു തഗ്ലിബ് എന്ന സഹാബി പറഞ്ഞു, എനിക്ക് ദുനിയാവ് ഒന്നാകെ കിട്ടുന്നതിനേക്കാൾ ഇഷ്ടം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പറഞ്ഞ വാക്കാണ്. എന്ത്? ഞാൻ കൊടുക്കുന്നവരുണ്ട്, കൊടുക്കാത്തവരുണ്ട്. ഞാൻ കൊടുക്കുന്നവരെക്കാൾ എനിക്കിഷ്ടം ഞാൻ കൊടുക്കാത്ത ചിലരാണ്. മിൻഹും അംർ ഇബ്നു തഗ്ലിബ്. സഹാബി പറഞ്ഞു, എനിക്ക് ആ വാക്ക് പോലെ എനിക്ക് സന്തോഷമുള്ള വേറൊരു വാക്കുണ്ടായിട്ടില്ല എന്ന്. നോക്കൂ, അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതെല്ലാം ജനങ്ങളുടെ ഹിദായത്തിനുള്ള ഹെർസ് കൊണ്ട് അവർ ഈ ദീനിലേക്ക് വരികയും അതിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യണം എന്ന ആഗ്രഹം കൊണ്ട് ചെയ്തതാണ്. ആ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹു ആശ്വസിപ്പിക്കുന്നു. അള്ളാഹു കുഫർ വിധിച്ച, അതിലായി മരിക്കാൻ വിധിച്ച ചിലരുണ്ട്. നബിയെ താക്കീത് നൽകിയാലും അല്ലായെങ്കിലും അവർ വിശ്വസിക്കാൻ പോകുന്നില്ല. എന്നാൽ താക്കീത് നൽകുക, അവസാനിപ്പിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹു പറഞ്ഞിട്ടില്ല. താക്കീത് നൽകാൻ, ജനങ്ങളെ ഉപദേശിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കണം, നമുക്കറിയില്ല ആരെയാണ് അള്ളാഹു ദലാലത്ത് കാലാകാലം വിധിച്ചിട്ടുള്ളത്, ആർക്കാണ് ഹിദായത്ത് വിധിച്ചിട്ടുള്ളത് എന്ന് നമുക്കറിയില്ല. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഹിദായത്തിനൊരു സമയമുണ്ട്, സബബുണ്ട്. ഹിദായത്തിന് സമയമുണ്ട്, അതുപോലെ സബബുണ്ട്, കാരണമുണ്ട്. അള്ളാഹു നിശ്ചയിച്ച സമയത്തെ ഒരാൾ ഹിദായത്ത് സ്വീകരിക്കും. അതുപോലെ അള്ളാഹു നിശ്ചയിച്ച കാരണം നമുക്കറിയില്ല. അതുകൊണ്ടാണ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, നോക്കൂ, നബിയേക്കാൾ ഇത്ര സൗമ്യമായ സ്വഭാവമുള്ള, ഇത്ര നന്മയുള്ള മറ്റാരുണ്ട്? ആ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിൻ്റെ ഏറ്റവും നല്ല കിതാബ് നൽകപ്പെട്ട റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, ആ നബി നിയോഗിക്കപ്പെട്ടിട്ടും അന്ന് ആദ്യം അത് കേട്ട ഉടനെ ഇസ്ലാം സ്വീകരിച്ചവരുണ്ട്, കുറെ കഴിഞ്ഞിട്ട് സ്വീകരിച്ചവരുണ്ട്, അടുത്ത വർഷം സ്വീകരിച്ചവരുണ്ട്, വർഷങ്ങൾ കഴിഞ്ഞ് സ്വീകരിച്ചവരുണ്ട്, ഫത്ഹ് മക്കയ്ക്ക് ശേഷം സ്വീകരിച്ചവരുണ്ട്, അതിനുശേഷം ഇസ്ലാം സ്വീകരിച്ചവരുണ്ട്. എന്തുകൊണ്ടാണ് അതെല്ലാം? കാരണം ഹിദായത്തിൻ്റെ ഒരു സമയമുണ്ട്, അള്ളാഹു നിശ്ചയിച്ച സമയം. ആ സമയത്ത് ഒരാൾ സ്വീകരിക്കുള്ളൂ, അതൊരു കാരണവും ഉണ്ടാകും. അതുകൊണ്ട് നമുക്കറിയില്ല. അതുകൊണ്ട് ഒരാളിലും എന്ത് ചെയ്യേണ്ടല്ല, അയാൾ സ്വീകരിക്കുകയില്ല എന്ന് വിചാരിക്കേണ്ടതില്ല. സുബ്ഹാനല്ലാഹ്, എത്രയോ ആളുകൾ, അവരെ ഉപദേശിച്ചുകൊണ്ടേയിരുന്ന ആളുകൾ മരിച്ചതിന് ശേഷം ആ ഉപദേശം സ്വീകരിച്ചിട്ടുണ്ട്. മനസ്സിലായില്ല? അവരെ ഉപദേശിക്കുന്ന ആളുകൾ ജീവിച്ചിരിക്കുക ഒരിക്കലും സ്വീകരിച്ചിട്ടില്ല. ആ ഉപദേശിക്കുന്നവർ മരിച്ചുപോയി. അപ്പോഴാണ് ആൾക്ക് ബോധം വന്നത്, ഖേദം തോന്നിയത്. അയാളുടെ ഉപദേശം സ്വീകരിച്ചു. എപ്പോൾ? ആൾ കണ്ടിട്ടില്ല, ഇത്രയും കാലം ഉപദേശിച്ച ആൾ കണ്ടിട്ടില്ല ഇയാൾ ഇത് സ്വീകരിച്ചു എന്ന്. അപ്പോൾ സുബ്ഹാനല്ലാഹ്, ആളുകളുള്ള നസീഹത്ത് അത് മറക്കാതിരിക്കുക. അത് സഹോദരങ്ങൾ വളരെ പ്രധാനപ്പെട്ട, ജനങ്ങൾ ഉപദേശിക്കുമ്പോൾ അവർ നന്നാകണമെന്ന ആഗ്രഹം വളരെ പ്രധാനപ്പെട്ടതാണ്. സാഹിബു യാസീനെ കുറിച്ച് കേട്ടിട്ടില്ലേ നിങ്ങൾ? ജനങ്ങൾ അടിച്ചു വന്ന മനുഷ്യനാണ്, മനസ്സിലായില്ലേ? അള്ളാഹു 3 നബിമാരെ അയച്ച ഒരു നാട്. ആ നാട്ടിൽ ദൂരെ നിന്നൊരാൾ ഓടി വന്നിട്ട് പറഞ്ഞു, യാ ഖൗമി ഇത്തബിഉൽ മുർസലീൻ, ഈ റസൂലുകളെ പിൻപറ്റു ജനങ്ങളെ, ഇത്തബിഉ മൻ ലാ യസ്അലുക്കും അജ്റൻ വഹും മുഹ്തദൂൻ, ഹിദായത്ത് ലഭിച്ച ഈ ആളുകളെ നിങ്ങൾ സ്വീകരിക്കൂ, നിങ്ങളോടൊരു പ്രതിഫലവും ഇവർ ചോദിക്കുന്നില്ല എന്നിങ്ങനെ ഉപദേശിച്ചു. അദ്ദേഹത്തെ ആളുകൾ കൊന്നു കളഞ്ഞു. അള്ളാഹു പറയുകയാണ്, അദ്ദേഹം മരിച്ചതിന് ശേഷം പറഞ്ഞു, എന്ത്? യാ ലൈത ഖൗമി യഅലമൂന ബിമാ ഗഫറ ലി റബ്ബി വജഅലനി മിനൽ മുക്രമീൻ. മരിച്ചതിന് ശേഷം റബ്ബിൻ്റെ സന്നിധിയിൽ പറയുക, എൻ്റെ ജനത ഇത് അറിഞ്ഞിരുന്നെങ്കിൽ, ഈ ഷഹീദായി മരിച്ചതിന് അള്ളാഹു എനിക്ക് പുറത്തു തന്നതും എനിക്ക് വലിയ പദവികൾ തന്നതും എൻ്റെ ജനങ്ങൾ അറിഞ്ഞിരുന്നുവെങ്കിൽ. ജീവിച്ചിരിക്കുകയും മരിച്ചിട്ടും ജനങ്ങളോടുള്ള നസീഹത്താണ്. ഇതാണ് മുഅ്മിനുകൾ, അള്ളാഹുവിൻ്റെ റസൂലുകൾ, അവരുടെ അനുയായികളും. അള്ളാഹു പറയുന്നു, ഖതമ അല്ലാഹു അലാ ഖുലൂബിഹിം വഅലാ സമഇഹിം, അവരുടെ കൽബുകൾക്കും കാതുകൾക്കും അള്ളാഹു മുദ്ര വച്ചിരിക്കും, സീൽ ചെയ്തിരിക്കും. അടച്ചു പൂട്ടിക്കഴിഞ്ഞാലാണ് സീൽ ചെയ്യുക.
അഥവാ ഇനി ഒരു നന്മയും അങ്ങോട്ട് കയറുകയില്ല. ആ രൂപത്തിൽ കൽബിന് കസ്വത്ത് ബാധിച്ചിരിക്കുന്നു, ചത്തുപോയിരിക്കുന്ന കൽബുകൾ. നഊദു ബില്ലാ. അങ്ങനെയുള്ള ഹൃദയങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മുടെ ഹൃദയങ്ങൾ അങ്ങനെയുള്ള ഹൃദയങ്ങളാകാതെ കാത്ത് രക്ഷിക്കുമാറാകട്ടെ. വഅല അബ്സാരിഹിം ഗിശാവ. അവരുടെ കണ്ണുകളിന്മേൽ, കാഴ്ചകളിന്മേൽ ഒരു മൂടിയുണ്ട്. അഥവാ അവരുടെ കാത് നല്ലത് കേൾക്കാൻ അവർ ഉപയോഗപ്പെടുത്തുന്നില്ല, കണ്ണുകൾ നല്ലത് കാണാൻ അതുകൊണ്ട് അവർക്ക് സാധിക്കുന്നില്ല, കൽബുകൾ കൊണ്ട് നല്ലത് ചിന്തിക്കാനും ഗ്രഹിക്കാനും അവർക്ക് സാധിക്കുന്നില്ല. അള്ളാഹു അത്തരക്കാരെയാണ് അൻആമിനോട് ഉപമിച്ചത്, കാലികളെ പോലെയാണ്. അല്ല, അതിനേക്കാൾ പിഴച്ചവരാണ് എന്ന് റബ്ബ് പറഞ്ഞു. വലഹും അദാബുൻ അലീം. അവർക്ക് ഭയാനകരമായ ശിക്ഷയും ഉണ്ടായിരിക്കും പരലോകത്ത്. ഇൻഷാ അല്ലാഹ് ബാക്കി നമുക്ക് വരുന്ന ദർസിൽ വിശദീകരിക്കാം. അല്ലാഹു തആല അലം. സല്ലല്ലാഹു വസല്ലമ വബാറക അലാ അബ്ദിഹി വറസൂലിഹി നബിയിന മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.